സ്നേഹാദനങ്ങൾ. നമ്മൾ പിന്നെയും ഇസ്രായേലിൻ്റെ ചരിത്രം കേൾക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കുറേ എപ്പിസോഡ്സ് 13 എപ്പിസോഡ്സ് നമ്മൾ കൊണ്ടുവന്നതെല്ലാം അനുഗ്രഹമായിരുന്നു. ഇന്ന് നമ്മളോടൊപ്പം റോയ് പാസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ഇസ്രായേലിലെ യുദ്ധങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധത്തിലാണ് പിന്നെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ യുദ്ധങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ 10-70 വർഷങ്ങൾ കൊണ്ട് ഇസ്രായേലിൻ്റെ മണ്ണിൽ നടക്കുന്ന യുദ്ധങ്ങൾ പറയണം, ഇപ്പോഴുണ്ടായിരിക്കുന്ന യുദ്ധത്തിൻ്റെ പരിണാമങ്ങളെക്കുറിച്ചൊക്കെ പറയണം. വളരെ വലിയ ഫാസ്റ്റായിട്ടുള്ള വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക ചരിത്രം ഇത്ര വേഗത്തിൽ മാറുന്നൊരു കാലഘട്ടമുണ്ടോ എന്ന് സംശയമാണ്. വളരെ ഫാസ്റ്റ് മൊമെൻറ്റ്. റോയ് പാസ്റ്ററെ പ്രൈസ് ലോർഡ്. ഞാൻ ഇത് പറഞ്ഞപ്പോൾ പാസ്റ്ററെ അങ്ങോട്ട് വിളിക്കാൻ ഓർത്തു. ലോക ചരിത്രത്തിൽ അല്ലേ പാസ്റ്ററെ ഇത്ര ഫാസ്റ്റ് മൊമെന്റ് അല്ലേ പാസ്റ്ററെ? ഭയങ്കര വേഗത്തിൽ. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ അമേരിക്കൻ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചരിത്ര പ്രാധാന്യമാണ്. കാരണം നമ്മുടെ പല രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ അഫിലിയേഷൻസിനെ, ബന്ധങ്ങളെയൊക്കെ മാറ്റുന്ന ഒരു ഇലക്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ട്രംപ് വന്നത് നമുക്ക് എളുപ്പം പറയാം, പക്ഷേ ഇപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രംപിൻ്റെ ഒരു ലോകം മുഴുവനുള്ള ഒരു ഇൻഫ്ലുവൻസ്, ഒരു പരമാധികാരിയെപ്പോലെ ട്രംപ് ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നു, ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നടക്കുന്ന ഡീപ്പോർട്ടേഷൻ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അത് അമേരിക്കയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ലോകം മുഴുവൻ അത് ഏറ്റുപിടിച്ചിരിക്കുക. ഓരോ രാജ്യങ്ങളും അവരുടെ രാജ്യത്തുള്ള മറ്റുള്ളവരെ ഡീപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ഉത്സാഹിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ എഫക്റ്റ് ഇന്ത്യയിൽ പോലും വരും. ഇന്ത്യയിൽ ഇപ്പം ഓൾറെഡി ഇന്ത്യ പിന്നെ ഇപ്പോൾ പറഞ്ഞ ഡീപ്പോർട്ട് ചെയ്യാനുള്ളവർക്ക് വേണ്ടിയുള്ള ക്യാമ്പുകൾ സ്ഥാപിച്ചെന്നാണ് നമ്മൾ നേരത്തെ തന്നെ കേട്ടത്. ഇന്ത്യയിലും അങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ, ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്നവര്, നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ. അപ്പോൾ അത് ഇനിയിപ്പോൾ ഇന്ത്യക്കകത്തും വലിയൊരു ഫോഴ്സ് ഉണ്ടാകും. ബംഗ്ലാദേശിൽ നിന്ന് വന്നവരെ തിരിച്ച് ബംഗ്ലാദേശിൽ അയക്കണം, അങ്ങനെയുള്ള അഭയാർത്ഥികൾ. ഇന്ത്യയിൽ കുറേ അഭയാർത്ഥികൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന് കിടപ്പുണ്ട്, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഇതൊക്കെ ഇനിയും വേഗത്തിൽ ഒരു ഡിപ്പോർട്ടേഷന് ഫേസ് കൂടും. എന്നാൽ ഇതിന് വേറൊരു ഇമ്പാക്റ്റ് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ പാസ്റ്ററെ? ഈ നമ്മൾ ഈ 3-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോഴേ എപ്പോഴും എനിക്ക് ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്, ഇന്ത്യ വരുന്ന പക്ഷം അമേരിക്കൻ പക്ഷമല്ല. കാരണം കിഴക്കൻ രാജാക്കന്മാരൊക്കെ ഇസ്രായേലിനെതിരായി മാറുമെന്ന് പറയുമ്പോൾ ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും അറബ് ദേശങ്ങളും കൂടെ ഒന്നിച്ച് ഇസ്രായേലിനെതിരെ പോകുമെന്നാണ് വേദപുസ്തകത്തെ വ്യാഖ്യാനിച്ച് പണ്ട് മുതലേ ദേവദാസന്മാർ പ്രസംഗിക്കുന്നത്. നമ്മുടെ കാലം മുതലൊന്നുമല്ല, അങ്ങനെ കെ ഇബ്രാഹിം സാറിൻ്റെ കാലം മുതലേ പ്രസംഗിക്കുന്നത്, മലയാളക്കാരെ പ്രസംഗിക്കുന്നത് അങ്ങനെയാണ്. ഇത് എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. കാരണം ഇന്ത്യ പൊതുവെ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പോൾ ഇത് എവിടെയാണ് തിരിഞ്ഞു മറിയുന്നത്? എവിടെയാണ് ഈ രാജ്യങ്ങളുടെ ബന്ധങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നത്? ഇനിയും ചരിത്രത്തിൽ അതിൻ്റെ ചുരുളഴിയാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു ചെറിയ സൂചന എനിക്ക് തോന്നിയത് ഞാൻ പറയാം. ഇപ്പോൾ ട്രംപ് ആരംഭിച്ചിരിക്കുന്ന ഈ ഡീപ്പോർട്ടേഷൻ ഡ്രൈവ് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇന്ത്യ രാജ്യത്തിന് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഇല്ലീഗലായിട്ട് താമസിക്കുന്നവരെ ഇപ്പം 105-104 പേരെങ്ങാണ്ടേ വന്നുള്ളൂ. 1000 പേരെ തിരിച്ചു കൊണ്ടുവന്നാൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന കോളുകളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. 100,000 വേണ്ട, 1000 പേര് വന്നാൽ മതി. ഇനി ഒരു 2-3 ഫ്ലൈറ്റ് കൂടെ വന്നാൽ മതി. ഒരു 3 ഫ്ലൈറ്റ് ആളുകൾ ഇന്ത്യയിൽ ഇറങ്ങിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത പോലെ ഇന്ത്യയിൽ മോദിക്കെതിരെ, ഗവൺമെൻറ്റിനെതിരെ പ്രഷർ ഉണ്ടാകും, അമേരിക്കയുടെ ആക്ഷനെതിരെ പ്രഷർ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വഷളാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വഷളായാൽ ഈ പറയുന്നത് പോലെ ഒരു 3-ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ നിൽക്കുന്ന ചേരി അമേരിക്കൻ ചേരി ആയിരിക്കത്തില്ലെന്ന് എനിക്കങ്ങ് തോന്നിപ്പോവുക. അങ്ങനെയാണോ പാസ്റ്ററെ ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്? പാസ്റ്ററെ, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ നോക്കാമെങ്കിൽ ഇന്ന് ഇന്ത്യ ഇസ്രയേലിനോട് വളരെ അനുകൂലമായ നിലപാടുകളാണ് എടുക്കുന്നത്. അനേക നല്ല നിലപാട്. ബിക്കോസ് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്വാധീനം വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ BJP ഗവൺമെന്റും ഇസ്രയേലുമായിട്ടുള്ള ഒരു വലിയ ബന്ധം, പല പ്രാവശ്യങ്ങളിലുള്ള ന്യൂസുകളിൽ ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രയേലിന്റെ പ്രൈം മിനിസ്റ്റർ പറയുന്ന വാക്കിങ്ങനെ,
വൺ ഓഫ് അവർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയ നരേന്ദ്രമോദി സാറിനെ സംബോധന ചെയ്യുന്നത് പോലും. പക്ഷേ ആ, എന്റെ പാസ്റ്റർ പറഞ്ഞതുപോലെ നാളുകളിൽ റഷ്യയോടുകൂടെ ഇന്ത്യ കൂടാൻ സാധ്യതയുണ്ടെന്നാണ്. കാരണം ഈ അറബ് രാജ്യങ്ങളും എല്ലാം റഷ്യയോടായിരിക്കും കണക്റ്റഡ്. കാരണം കിഴക്കേ രാജാക്കന്മാരെല്ലാം കൂടെ, കാരണം തർസീസിന്റെ ബാലസംഘവും എല്ലാം കൂടെ എന്ന് പറയുമ്പോൾ ബ്രിട്ടന്റെ കൂടെ കൂടുമ്പോൾ ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ ഇന്ത്യക്ക് ഇസ്രയേലിന് എതിരേ ആകത്തുള്ളൂ. പക്ഷേ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വെളിച്ചം വെച്ചുകൊണ്ട് പറഞ്ഞാൽ അമേരിക്കയും ഇന്ത്യക്ക് എതിരാവും, പിന്നെ ഇസ്രയേലിന് എതിരാവുമെന്ന. അമേരിക്കയും കൈവിടും. പക്ഷെ ഇവർ യഥാർത്ഥത്തിൽ കുത്തിയവങ്കിലേക്ക് നോക്കണമെങ്കിൽ ഇവരെ എല്ലാവരും കൈവിടും. പക്ഷെ ഇവർക്ക് പാസ്റ്ററെ, യഥാർത്ഥത്തിലുള്ള അമേരിക്ക കൈവിടുമെന്നുള്ളതാണോ, അതോ ഈ വേദോസം പറഞ്ഞതുപോലെ അവനെ ചുമക്കുന്നവരൊക്കെ പരിക്കേൽക്കും, അമേരിക്കയുടെ നടുപൊടിയും? കൈവിടും എന്നുള്ളതല്ല, അമേരിക്ക ബ്രേക്ക് ആയി പോവും, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഈ യുദ്ധത്തിൽ ഇടപെട്ട് അമേരിക്ക ബ്രേക്ക് ആയി പോകും. നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പോഴേ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഏറ്റവും നല്ല ഗുണം കിട്ടിയത് അമേരിക്കയ്ക്ക്. ഈ അങ്കിൾ സാം എന്ന് പറഞ്ഞൊരു പ്രയോഗം തന്നെയുണ്ട്. അമേരിക്ക വിളിക്കുന്നൊരു പേര് അങ്കിൾ സാം. അങ്കിൾ സാം വളർന്നത് യുദ്ധങ്ങളിലൂടെ. കാരണം ഈ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും അമേരിക്കയ്ക്ക് ദൂരെ നിന്ന് യുദ്ധം ചെയ്താൽ മതി, അവർക്ക് നേരിട്ട് പരിക്കേൽക്കത്തില്ല. യുദ്ധം ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഏറ്റവും വലിയ ഗുണം അവരുടെ ആയുധങ്ങൾ ഈ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വിറ്റഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അമേരിക്ക എപ്പോഴും യുദ്ധങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവരുടെ എക്കണോമി വളർന്നിട്ടുള്ളതൊക്കെ യുദ്ധങ്ങളിലൂടെയാണ്. ഇപ്പം ഏത് യുദ്ധമാണെങ്കിലും അവരുടെ എക്കണോമി വളരും. പക്ഷേ ഈ ഇറാഖ് വാറിലൊക്കെയാണ് അവർക്ക് തിരിച്ചടി കിട്ടിയത്. ഉദ്ദേശിച്ച പോലെ എക്കണോമി വളർന്നില്ല, അതവർ ക്ഷീണം ചെയ്തു. അഫ്ഗാനിസ്ഥാൻ വാറാണെങ്കിലും അത് ഒരു ഫാക്റ്റാണ്. അപ്പോൾ ഒരു യുദ്ധം വന്നാൽ പണ്ട് കാലത്ത് ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും അതിൻ്റെ ഇമ്പാക്ട്സ് പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റാണ്. അമേരിക്ക എക്കണോമിക്കലി വളർന്നു. കാരണം അങ്കിൾ സാം ദൂരെ ഇരുന്ന് ആയുധങ്ങൾ വിറ്റു, അവർക്ക് നേരിട്ട് അറ്റാക്ക് ഉണ്ടാകത്തില്ല. പക്ഷേ ഇന്നത്തെ സ്ഥിതി അന്ന് അതല്ല. ഇന്നെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏത് രാജ്യത്തു നിന്നും മിസൈൽ അയച്ചാൽ ലോകത്തിലെ മറ്റേത് രാജ്യത്തും വരും. ഭൂഖണ്ഡാന്തര മിസൈലുകളുള്ളൊരു കാലമാണ്. അപ്പോൾ നേരിട്ട് ഏത് രാജ്യവും അറ്റാക്ക് ചെയ്യപ്പെടും. അപ്പം എനിക്ക് തോന്നുന്നു വേദപുസ്തകത്തിലെ ഒരു വീക്ഷണം അനുസരിച്ച് അവനെ ചുമക്കുന്നവർക്കൊക്കെ മുറിവേൽക്കും അല്ലെങ്കിൽ പരിക്കേൽക്കുമെന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ശരിക്കും നടുപൊടിയും. ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടല്ല, ഇസ്രയേലിനെ കൈവിടാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ടല്ല, അവർ വളരെയധികം പരിക്കേൽക്കും. ഇസ്രയേൽ ഒറ്റപ്പെടും. പാസ്റ്റർ പറഞ്ഞ ശരി, ഇസ്രയേൽ ഒറ്റപ്പെടും. പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല ചേരി മാറുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണോ? പക്ഷേ നമുക്കിപ്പോ ഇത് എന്തുവാന്നുള്ളതിനെ കുറിച്ചൊരു കറക്റ്റ്, ഇസ്രയേലിനെ ചുമക്കുന്നവരെല്ലാം മുറിവേൽക്കും, അത് കറക്റ്റാ. പക്ഷേ ഇസ്രയേൽ അവസാനം ഒറ്റയ്ക്കാകും. ഇസ്രയേൽ കുത്തിയവനെങ്കിലേക്ക് നോക്കുന്ന ഒരു സ്ഥിതി വരും. അവരന്ന് നിലവിളിക്കും. പക്ഷെ ദൈവോചന പ്രകാരം നമുക്ക് പഠിക്കുമ്പോൾ ഇസ്രയേലിനെതിരെ എല്ലാവരും തിരിയുമെന്നുള്ള തിരിയുമായിരിക്കാം, പക്ഷെ ഒറ്റയ്ക്കാവും. യുദ്ധത്തിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ലൈഫിൽ കുത്തിയവനെങ്കിലേക്ക് നോക്കുന്ന ഒരു കാലഘട്ടം വരും. പാസ്റ്റർ ഇസ്രയേലിന്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഏത് രാജ്യത്തു നിന്നും എത്ര ദൂരപരിധി ബ്രേക്ക് ചെയ്തും മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാമെന്നുള്ള ഈ വെപ്പന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെപ്പന്റെ കാര്യം പറയാം. ഇസ്രയേൽ ഏത് കാലത്തും ലോക ജനതയെ മൊത്തം അമ്പരപ്പിച്ചുകൊണ്ടിരിക്കും, അതിശയിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഞാന് ഇന്നേക്ക് എന്റെ ഓർമ്മയിൽ എന്ന് പറഞ്ഞ ഒരു 15 വർഷം മുമ്പേ ഞാൻ കേട്ടേക്കുന്ന 15 വർഷം മുമ്പേ ഞാൻ കേട്ടേക്കുന്ന ഇതിനകത്ത് നേരിട്ട് ഇടപെട്ട ഒരു ബ്രദർ, അദ്ദേഹത്തിന്റെ പേര് ലിജിന്ന. ആ ബ്രദർ എന്നോട് പറഞ്ഞൊരു മറുപടി, അദ്ദേഹം ബാംഗ്ലൂർ സിറ്റിയിൽ ഉള്ള സമയത്ത് തന്നെ ഒരു സയന്റിഫിക് ഫേമിൽ വർക്ക് ചെയ്യുമായിരുന്നു. വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അന്നത്തെ സമയം തൊട്ട് ഇസ്രയേലിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഈ ബ്രദർ എന്നോട് പറഞ്ഞതാ, ബാംഗ്ലൂരിൽ എയർ ഷോ നടക്കുന്നതിന്റെ ഒക്കെ അല്ലെ മാസങ്ങൾക്ക് നാളുകൾക്ക് മുമ്പേ ഏതൊക്കെ രാജ്യങ്ങൾ ഇവിടെ എയർ ഷോയ്ക്ക് വന്ന് പങ്കെടുക്കണം, അവരുടെ വെപ്പൺ ഡിസ്പ്ലേ ചെയ്യുന്നതിന്റെ എല്ലാം എക്സ്പോയ് ചെയ്യുന്നതിന്റെ എല്ലാം കാര്യങ്ങളെ പഠിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്കാണെങ്കിൽ ഇവർ ജോലി ചെയ്യുന്ന ഈ സയന്റിഫിക് ഫേമിന് ഇവർക്ക് കുറച്ചു പേർക്ക് ഇൻവിറ്റേഷൻ കിട്ടി, നിങ്ങൾക്കും കൂടെ പോയി റിസർച്ച് ചെയ്യാനും കാര്യങ്ങളെ കുറിച്ച് അനാലിസിസ് ചെയ്യാനും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഏതൊക്കെ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് രാജ്യങ്ങളെയാണ് സ്റ്റഡി ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ ബ്രദർ എഴുതിയത് ഇസ്രയേലിനെ കുറിച്ച് എഴുതി കൊടുത്തു. ബ്രദർ, എനിക്ക് പാസ്റ്റർക്ക് ആ ആളിനെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ സെബി ബ്രദറിന്റെയും ലിപ്സിയുടെ ബ്രദറാ ലിജിൻ എന്ന് പറഞ്ഞ ആൾ. ആ ബ്രദർ എന്നോട് പറഞ്ഞതാ ഇസ്രയേലിനെ കുറിച്ച് എഴുതി കൊടുത്ത സമയത്ത് ഇസ്രയേലിനെ കുറിച്ച്
കറക്റ്റ് ഇവൻ ആ സ്ലോട്ട് വീണു, ഗവൺമെന്റ് ഇവനെ അല്ലെങ്കിൽ ഇവന്റെ ആ ഓഫീസ് ഇവനെ അവിടോട്ട് അലോട്ട് ചെയ്തു. ഇവർ പോയി പരിശോധിക്കുക, ഇസ്രായേലിന്റെ വെപ്പണുകൾ. ഇപ്പൊ ഇസ്രായേലിന്റെ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ഇസ്രായേലിന്റെ വെപ്പണ് ഭയങ്കര ആക്യുറസിയാണ്, മൂവിങ് ഒബ്ജക്റ്റിനെ സ്റ്റിൽ ഒബ്ജക്റ്റിനെ അടിക്കാം. അങ്ങ് ഒത്തിരി ലോകത്തിൽ അന്നുള്ള എല്ലാ രാജ്യങ്ങളെക്കാട്ടിലും പല മടങ്ങ് കൂടുതൽ ഇവരുടെ ബുദ്ധി ഇവരുടെ കൂടുതലാണ്. കാരണം എത്ര ദൈവവചനത്തിൽ കൂടെ പഠിച്ചാൽ തന്നെ. പക്ഷേ ബാബിലോണിയ പ്രവാസത്തിൽ ദാനിയേലിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ബാബിലോൺ ആയിരുന്നു അന്നത്തെ കാലത്തെ ഏറ്റവും ടോപ്പ് കിങ്ഡം. അത് ബൈബിള് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം തങ്കം കൊണ്ടുള്ള തല യജമാനനെ രാജാവെ അങ്ങാണെന്ന് ദാനിയേൽ പറയത്തക്ക രീതിയിൽ ദൈവം പറയാ, രാജ്യത്വത്തിന്റെ മഹത്വം അങ്ങേക്കാ തന്നേക്കുന്നത്. അന്നത്തെ കാലത്തുണ്ടായിരുന്ന തങ്കം കൊണ്ടുള്ള തല ബാബിലോൺ. ഈ രാജ്യത്ത് ദാനിയേലും ചന്ദ്രക് അഭേദ്രകവും ചെന്നിട്ട് ഇവരെ 10 ദിവസം പിടിച്ചോണ്ട് പോയിട്ട് പരീക്ഷിച്ചപ്പോൾ പാസ്റ്റർ എത്ര ഇരട്ടി വിസ്ഡം ഉണ്ടായിരുന്നെന്ന് ബൈബിളിൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇസ്രായേലിന് അങ്ങനെ ആണെങ്കിൽ പാസ്റ്റർ ഇന്നത്തെ കാലത്ത് അവരെത്രയധികം ദൈവത്തോട് അടുക്കും തോറും ദൈവത്തിന്റെ ഗുണങ്ങൾ എപ്പോഴും തന്റെ ജനത്തിന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒരു വാക്യം ഒന്ന് വായിച്ചോട്ടെ. ഞാൻ ഈ വാക്കിലേക്ക് വെപ്പന്റെ കാര്യങ്ങളിലേക്ക് വരിക. ബാബിലോണിന്റെ ചരിത്രത്തിലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1:20. രാജാവ് അവരോട് ജ്ഞാന വിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവർ തന്റെ രാജ്യത്തെല്ലായിടത്തുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി രാജ്യം മൊത്തമുള്ള ഈ 10 ദിവസം ഇവരെ പരീക്ഷിച്ചു നോക്കി. ശാഖപദാർത്ഥം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ അറിയാം, 1-ാം അധ്യായത്തിൽ അറിയാം. എന്നിട്ട് 10 ദിവസം കഴിഞ്ഞ് പരീക്ഷിക്കുമ്പോൾ രാജ്യത്തുള്ള ഈ ആഭിചാരകന്മാരും മന്ത്രവാദികളെന്ന് എഴുതിയേക്കുന്ന ഇന്നത്തെ ആൾക്കാരുടെ കുറിച്ചല്ല എഴുതിയേക്കുന്നത്. രാജാവിന് അല്ലെങ്കിൽ സോഡിയാക് സയൻസ് വഴിയും അല്ലെങ്കിൽ ജ്യോതിഷം വഴിയും ഒക്കെ ആലോചന പറഞ്ഞു കൊടുക്കുന്നവരെയാ. അല്ലെങ്കിൽ മറ്റൊരു വേർഡിൽ പറഞ്ഞാൽ ഈ ഇന്റർപ്രിട്ടേഷൻ, സ്വപ്നങ്ങളെ കുറിച്ച്, കാലങ്ങളെ കുറിച്ച്, സാഹചര്യങ്ങളെ കുറിച്ച്, എന്ത് ചെയ്യണമെന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് ഈ മന്ത്രവാദികളെന്ന്. അല്ലെ ഇന്നത്തെ മന്ത്രവാദികളെ കുറിച്ച് ഉള്ള കാര്യമല്ല അവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുക ഈ 10 ദിവസം ഇവരെ പരീക്ഷിച്ചിട്ട് രാജാവ് ഇവരോട് ചോദ്യം ചോദിക്കുന്നതിൽ ആ രാജ്യത്തുള്ള ബാബിലോണിലുള്ള ഞങ്ങളെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെല്ലാവരും ഈ ദൈവവചനത്തിന്റെ ചില ആഴമേറിയ കാതലായ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. രാജ്യം മൊത്തമുള്ള ജ്ഞാനികളിൽ നിന്നോട് എടുത്തിട്ട് യഹൂദ ബാലന്മാരെ അവരുടെ ഓപ്പോസിറ്റ് തട്ടി നിർത്തിയ 10 ഇരട്ടി ജ്ഞാനമാണെന്ന് ബൈബിൾ എഴുതിയേക്കുന്നത്. ആഭിചാരകന്മാർ, സകല മന്ത്രവാദി, അവരെ തന്റെ രാജ്യത്തെല്ലായിടത്തുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശേഷണം കണ്ടു. എന്തോ ബുദ്ധിയാ. അപ്പൊ ഞാൻ പറയാൻ വന്നത് ഇങ്ങനെ, ഇസ്രയേൽ ഏത് കാലത്തും അവരുടെ കാര്യങ്ങൾ, വെപ്പൺ ഇൻഡസ്ട്രി ആകട്ടെ, IT ആകട്ടെ, എനർജി ആകട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിസിൻ ടെക്നോളജി ആകട്ടെ, എന്തുമാകട്ടെ, അവരെല്ലാം പല പടി മുമ്പിലായിരിക്കും. ഈ കാര്യങ്ങൾ എന്നോട് ലിജിൻ എന്ന സഹോദരൻ എന്നോട് പറഞ്ഞെങ്ങനെ ഇവര് പല രീതിയിൽ പരീക്ഷിക്കാൻ നോക്കി. ഈ ലിജിന് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഇവൻ ഇസ്രയേലുമായിട്ടുള്ള കാര്യങ്ങളെ പരീക്ഷിച്ച. ഇസ്രയേൽ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾ വെപ്പൺ മേടിച്ചാൽ ഏത് രാജ്യത്തോട് ഇത്ര പരിധിക്കകം അയച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആക്യുറസിയാണ്. മൂവിങ് ഒബ്ജക്റ്റിനെ സ്റ്റിൽ ഒബ്ജക്റ്റിനെ അയക്കാം, പൊട്ടിക്കുന്നതിന് മുമ്പേ ഫോട്ടോ എടുത്ത് ബേസ് യൂണിറ്റിൽ അയച്ചു കൊടുക്കും. ഇതിനെ തന്നെയാണോ? ചില മിസൈലുണ്ട് പൊട്ടത്തില്ല, പറയും അതല്ല തെറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മിസൈൽ തിരിച്ച് ബേസിൽ വരും പാസ്റ്ററെ. ആ ടൈപ്പ് മിസൈൽ ഇവരുടെ. ഈ കാര്യങ്ങൾ ഇവരെല്ലാം പരിശോധിക്കാൻ തുടങ്ങി. ഇവർ കൂട്ടമായിട്ടിരുന്ന് പരിശോധിക്കുന്ന സമയത്ത് ഇവരൊരു കാര്യം കണ്ടുപിടിച്ചു. ഇന്ത്യയോ അല്ലെ ഏതെങ്കിലും രാജ്യങ്ങളോ ഈ മിസൈൽ മേടിച്ചാൽ ഒരു ലോങ്ഡിറ്റ്യൂഡിലും ഒരു ലാറ്റിറ്റ്യൂഡിലും ഇത് സെറ്റ് ചെയ്ത് ലോഞ്ച് ചെയ്താൽ പോകത്തില്ല. ഇവരെല്ലാം സ്കാൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ മിസൈൽ ഇസ്രയേലിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന എത്ര മിസൈൽ മേടിച്ചാലും ഒരു ലോങ്ഡിറ്റ്യൂഡിലും ഒരു ലാറ്റിറ്റ്യൂഡിലും, അതൊരു ടെക്നോളജിക്കൽ വേർഡാ. ഈ പ്രത്യേകിച്ച് ഗൂഗിൾ മാപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അക്ഷാംശം രേഖാംശം എന്നുള്ളതിന്റെ ഉള്ളൂ. ഇത് ലോഞ്ച് ചെയ്ത് കറക്റ്റ് സെറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു ലോങ്ഡിറ്റ്യൂഡിലും ലാറ്റിറ്റ്യൂഡിലും പോയി കഴിഞ്ഞാൽ വർക്ക് ആകത്തില്ല. ഇവിടെ വെച്ച് തന്നെ ഒന്നിൽ ഇവിടെ കിടന്ന് പൊട്ടും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എഴുതി വരും മിഷൻ ഫെയിൽഡ്, ഫ്യൂസ് എറർ എന്ന് എഴുതി വരും. ഇവര് മെയിൽ ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങോട്ട് മാത്രം പോകാൻ പറ്റാതെ? ഇസ്രയേൽ 15 വർഷം മുമ്പേ ഈ സഹോദരനോട് പറഞ്ഞ മറുപടിയാണ്. ഇനി അവർ എത്ര നാൾ മുമ്പ് കണ്ടുപിടിച്ചാൽ എനിക്ക് അറിയത്തില്ല. അവര് പറയുക, ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വെപ്പണെല്ലാം മേടിക്കും,
നാളുകളിൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ ചേഞ്ചസ് നടക്കുമ്പം ഈ സാധനം ഞങ്ങളുടെ നേരെ നിങ്ങളുടെ രാജ്യത്തൊന്ന് തൊടുത്തു വിട്ടാൽ ഞങ്ങളുടെ രാജ്യത്തിന്റെ ആകാശ പരിധിയിൽ ഇത് കേറത്തില്ല. എവിടുന്ന് ലോഞ്ച് ചെയ്യാതെ ഞങ്ങളുടെ ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഞങ്ങൾ ബ്ലോക്ക് ചെയ്തേക്കാം. അതിനകത്ത് അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കാം. പക്ഷെ ഇവരുടെ ബുദ്ധിയെക്കുറിച്ച് ഇസ്രയേൽ എന്നും അഡ്വാൻസ്ഡാ. യുദ്ധത്തിന്റെ തന്ത്രങ്ങളിലായിരിക്കാം എല്ലായിടത്തും അഡ്വാൻസ്ഡാ. പക്ഷെ കണ്ടിന്യൂ ചെയ്തു. നമുക്ക് അതെ അമേരിക്ക അതെ പാസ്റ്ററെ, ഞാനിപ്പം പറഞ്ഞു വന്നത് ഈ യുദ്ധങ്ങളെക്കുറിച്ചാണ്. തേർഡ് വേൾഡ് വാറിൽ ഒരു പക്ഷേ അമേരിക്കയ്ക്ക് ഈ പറഞ്ഞ പോലെ ഉള്ള എക്കണോമിക് ഒരു ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയില്ല. കാരണം ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ യുദ്ധായുധങ്ങൾ പഴയതുപോലല്ല. ഏത് രാജ്യവും ആയുധങ്ങളുടെ പരിധിക്കകത്താണ് വരുന്നത്. പിന്നെ ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ ചിന്തയ്ക്ക് വന്നത്, രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ഈ ഒരു ഡീപ്പോർട്ടേഷൻ ഒരു ഡ്രൈവ് അത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ മോശമാക്കിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യാനിറ്റിക്കെതിരെയുള്ള ഒരു പീഡനം. ഇത് ഇൻ്റർനാഷണൽ ശ്രദ്ധ ഈ ദിവസങ്ങളിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ട്രംപിനെ പോലുള്ള ആളുകൾ ക്രിസ്ത്യാനിറ്റിക്ക് എതിരെ നടക്കുന്ന ഒരു പീഡനത്തെ സഹിക്കുന്ന പാസ്റ്റർ ചിന്തിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം അത് സഹിക്കുന്ന ഒരു പ്രസ്താവന ഇനി വന്നു കഴിഞ്ഞാൽ അമേരിക്കയിലെ ആളുകൾ ട്രംപിനെതിരാകും. ട്രംപിനെ ആളുകൾ വോട്ട് കൊടുത്തത് തന്നെ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ള കാരണം കൊണ്ട്. അപ്പം ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന ആൻറ്റി ക്രിസ്ത്യൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉള്ളത്, അത് ഭയങ്കരമായിട്ട് ഇൻ്റർനാഷണൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്. ആ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഇപ്പം ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു പാസ്റ്റർ, ഈ അടുത്ത ദിവസങ്ങളിൽ ട്രംപ് പറഞ്ഞ ചില സെൻറ്റൻസ്, റിലീജിയസ് റിവൈവൽ അമേരിക്കയിൽ ഉണ്ടാകണം എന്നൊക്കെ ട്രംപ് പറഞ്ഞത്. ട്രംപ് ഒരു റിവൈവലിന് വേണ്ടി കൊതിക്കുന്നു. നമ്മളിപ്പോൾ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലൊക്കെ തന്നെ അമേരിക്കയിൽ ഒരു ഉണർവുണ്ടാകണം എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു പാസ്റ്റർ. ഈ ഫെബ്രുവരി മാസം 6-ാം തീയതി വന്നൊരു വാർത്ത കേട്ടോ. ഈ വാർത്തയ്ക്കകത്ത് അമേരിക്കയിലെ നാഷണൽ പ്രെയർ ഡേയുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, ഡ്യൂറിങ് ദി നാഷണൽ പ്രെയർ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് US ക്യാപിറ്റൽ, എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു ഇവൻ്റാണ്. 70 വർഷമായിട്ട് അമേരിക്കയിലുള്ള ഒരു ഇവൻ്റാണ് ഈ നാഷണൽ പ്രെയർ ഡേ എന്ന് പറയുന്നത്, നാഷണൽ പ്രെയർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ട്രംപ് നടത്തിയ പ്രസ്താവനകൾക്കകത്ത് ട്രംപ് പറയുന്ന ചില കാര്യങ്ങൾ എന്നെ വളരെ ചിന്തിപ്പിച്ചു. ട്രംപ് പറയുന്നു, രാജ്യത്ത് ഒരു ഉണർവുണ്ടാകണമെന്നാണ് ട്രംപ് ആ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്. ഒരു റിവൈവൽ ഒരു പൊളിറ്റീഷ്യൻ ആഹ്വാനം ചെയ്ത് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ അത് ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട്. ട്രംപ് ഒരു പാസ്റ്റർ അല്ലല്ലോ, ഏതായാലും ട്രംപ് ഒരു മതാധ്യക്ഷനല്ലല്ലോ. ട്രംപ് പറഞ്ഞ ഒരു സെൻറ്റൻസ്, ട്രംപിന് ബുള്ളറ്റ് ഒരു മുടിനാരിഴയ്ക്ക് മാറിപ്പോയി ട്രംപ് രക്ഷപ്പെട്ടൊരു അനുഭവം. പുള്ളി ആ ഒരു നാഷണൽ ബ്രേക്ക്ഫാസ്റ്റ് പ്രെയറിന് പുള്ളി പറഞ്ഞു, എൻ്റെ ജീവിതത്തെ മാറ്റിയ സംഭവമാണത്. അതിനു മുമ്പ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു, ഐ ബിലീവ്ഡ് ഇൻ ഗോഡ്. പക്ഷേ ആ ഒരു സംഭവത്തിന് ശേഷം എൻ്റെ ജീവിതം മാറി എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഒരു നിമിഷം, ലെറ്റ് മി ഗെറ്റ് ഇറ്റ് പാസ്റ്റർ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ഇറ്റ് ചേഞ്ച് സംതിങ് ഇൻ മീ, ഐ ഫീൽ. ആ ഒരു സത്യത്തിൽ നമ്മൾ ആരാണെങ്കിലും, ലോകത്തിൽ ഏത് മനുഷ്യനാണെങ്കിലും ഒരു ബുള്ളറ്റ് ചെവിയെ തൊട്ട് പോയി കഴിഞ്ഞാൽ ഇല്ലയോ, അത് ഒന്ന് തല തിരിക്കുമ്പോഴാണ് ആ ബുള്ളറ്റ് പോകുന്നത്. ആ തല തിരിച്ചില്ലെങ്കിൽ ട്രംപിൻ്റെ തല തുളച്ച ആ ബുള്ളറ്റ് കയറും. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അത് എന്നിൽ എന്തോ ഒരു വലിയ മാറ്റമുണ്ടാക്കി, Trump reflected on having a bullet coming within a hair's breadth of killing him at a rally in Pennsylvania last year. It changed something in me, I feel. അതെന്തോ എന്നിലൊരു മാറ്റം ഉണ്ടാക്കി. I feel even stronger. I believed in God, but I feel much more strongly. ഒരു നിമിഷം ഭാഷ പെട്ടെന്ന് ഒന്ന് മറന്നുപോയി. ഐ ഫീൽ മച്ച് മോർ സ്ട്രോങ്ലി അബൌട്ട് ഇറ്റ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ പണ്ടും ദൈവത്തിൽ വിശ്വസിച്ചു തന്നെ, പക്ഷേ ആ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു മാറ്റം ഉണ്ടാക്കി. ഇന്ന് കുറച്ചുകൂടെ എനിക്ക് ആ ഫീലിംഗ് സ്ട്രോങ്ങറാണ്. ദൈവം എനിക്കൊരു ഫീലിംഗ് ആയി മാറി എന്ന അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം. ഞാനിത്
പറയാനുള്ള കാരണം ട്രംപിന് തന്നെ ഒരു വിശ്വാസം ഇപ്പോൾ ആയിട്ടുണ്ട്. ട്രംപിനെ ദൈവം രക്ഷിച്ചതാണെന്നും എന്തോ ഒരു ഡിവൈൻ പർപ്പസിന് വേണ്ടി രക്ഷിച്ചതാണെന്നും അതുകൊണ്ട് ട്രംപ് രണ്ടും കൽപ്പിച്ച് സ്ട്രോങ് ആക്ഷൻസ് എടുക്കുന്നു. എനിക്കത് ആ ഒരു ധൈര്യം കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ 2 ദിവസം മുമ്പ് പറഞ്ഞത് ഗാസ ഞങ്ങൾക്ക് ഇങ്ങ് വിട്ടു തന്നേക്ക്. ഇസ്രായേലിന് സന്തോഷമാണെന്നും പറഞ്ഞു. ഇനി അറിയത്തില്ല വിട്ടുകൊടുക്കാൻ ഒക്കുമോ. എന്ത് പറഞ്ഞു പാസ്റ്റർ? ഗാസയുടെ കാര്യമൊക്കെ പാസ്റ്റർ പറ. പക്ഷേ ഗസായുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഇന്ന് ഗസായെ കുറിച്ച് സംഭവിക്കുന്നത് വളരെ രസകരമായ കാര്യങ്ങളാണ്. രസകരമായ കാര്യം. അതിന്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ അങ്ങോട്ട് പറഞ്ഞ് മുമ്പിലോട്ട് വന്നെങ്കിലേ പറ്റത്തുള്ളൂ. 2023 ഒക്ടോബർ 7 തുടങ്ങിയ യുദ്ധം ഏകദേശം 480-ലധികം ദിവസങ്ങളോളം നീണ്ടുന്നു. ഇപ്പോഴും ഹോസ്റ്റേജുമായിട്ടുള്ള വിഷയത്തിലും പല കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് പല സമയത്തും എല്ലാവരുടെ മനസ്സിലുമുണ്ട് യുദ്ധം വീണ്ടും തുടങ്ങാം, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ രൂക്ഷിതമാകാം എന്നുള്ളത്. താൽക്കാലികമായി കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചു, വെടിനിർത്തൽ നടത്തി, കുറെ ഹോസ്റ്റേജസിനെ വിട്ടുകൊടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിട്ടുകൊടുത്തു. പക്ഷെ ഗസായുടെ പുനരധിവാസത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ ഇവർ തീരുമാനിച്ചത് ഈ ഏകദേശം 70 ലക്ഷമോ അത്രയും ആൾക്കാരാണ് ഇവിടെ ഉള്ളത്, ഗസായിൽ ഉണ്ടായിരുന്നത്. ഏകദേശം 140 സ്ക്വയർ മൈല ഉണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് 140 സ്ക്വയർ മൈൽ അത്ര പോപ്പുലേറ്റഡ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജനം. ഈ ജനത്തിന്റെ അല്പം മാത്രമാണ് ഈ യുദ്ധത്തിനകത്ത് കൊല്ലപ്പെട്ടത്. ഒത്തിരി പേര് പലായനം ചെയ്തു. പക്ഷെ ഈ ഗസായുടെ പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പറയുന്നുണ്ട്, ആദ്യം പറഞ്ഞു ഇന്തോനേഷ്യയുടെ ഒരു ഐലൻഡ് അവിടെ എടുത്തിട്ട് ഇവരെ അവിടെ കൊണ്ടുപോയി പുനരധിവസിപ്പിക്കാം. ആ സമയം കൊണ്ട് ഗസ എല്ലാം റിസ്റ്റോർ ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ചിന്ത വന്നു. പക്ഷേ പല രീതികളിൽ വന്നു. സൊമാലിയയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനം വന്നു. മൊറോക്കോയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. എന്നിട്ട് പല സ്ഥലങ്ങളിലുമായിട്ട് ജോർഡാൻ കുറെ അഭയാർത്ഥികളെ എടുക്കുന്നു, ഈജിപ്റ്റ് കുറെ അഭയാർത്ഥികളെ എടുക്കുന്നു. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അമേരിക്കയോട് ഒത്തിരി വലിയ ചോദ്യങ്ങൾ വന്നു. ഈ ആൾക്കാരെ അവിടെ കൊണ്ട് പുനരധിവസിപ്പിക്കുന്ന സമയത്ത് അതിനുള്ള എക്സ്പെൻസ് അമേരിക്കക്കാർ പറഞ്ഞു, ഞങ്ങളുടെ ടാക്സ് കൊണ്ട് ഇവരെ പുനരധിവസിപ്പിച്ചിട്ട് അമേരിക്കക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബെനിഫിറ്റും കിട്ടാനില്ല. 2, ഇവരുടെ അവിടെ ഉണ്ടാകുന്ന ഇവരുടെ ഇൻകം, ഇവരുടെ സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ ഈ അമേരിക്കയുടെ നേതൃത്വത്തിൽ അവിടെ കൊണ്ടുപോയി അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്തോട് അമേരിക്ക ഉത്തരവാദിത്തം പറയേണ്ടി വരും. ഇങ്ങനെ പല രീതികളിൽ അമേരിക്കയ്ക്ക് നേരെ പ്രശ്നം വന്ന സമയത്ത് ഇപ്പൊ അമേരിക്ക ജോർഡനോടും അയലവക്കത്തുള്ള നെയ്ബേഴ്സിനോട് പറഞ്ഞേക്കുക, ജോർഡനോട് പറഞ്ഞു കുറെ അഭയാർത്ഥികളെ എടുക്കാൻ. പക്ഷെ ജോർഡൻ തിരിച്ച് ജോർഡന്റെ രാജാവ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ജോർഡാനിലെ പല പ്രമുഖരെ ആൾക്കാർ പറഞ്ഞു, ഇപ്പോൾ തന്നെ ജോർഡാനിൽ 24 ലക്ഷം അഭയാർത്ഥികളുണ്ട്. ഏകദേശം 20 ലക്ഷത്തിലധികം അഭയാർത്ഥികളുണ്ട്. ഇനി അവരെ അങ്ങോട്ട് എടുക്കാന്ന് പറയുന്നത് പറ്റുന്നില്ല. കാരണം ജോർഡാനിലെ ആൾക്കാർ തന്നെ ഇത് രണ്ടും കൂടെ ബുദ്ധിമുട്ടായി തീരും. ഈജിപ്തിലേക്ക് അഭയാർത്ഥികളെ എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഈജിപ്തിൽ അനേകം അഭയാർത്ഥികളുണ്ട്. പക്ഷെ ഈജിപ്റ്റ് ഒന്നും മിണ്ടുന്നില്ല. കാരണം ഈജിപ്തിന് അമേരിക്കയുടെ വലിയൊരു സപ്പോർട്ടുണ്ട്. അപ്പം എന്തുവായാലും ഒരു കാര്യം മനസ്സിലാക്കാം, അറേബ്യൻ രാജ്യങ്ങൾ ഒറ്റ ഒരാൾ പോലും ഈ പാലസ്തീൻ ആൾക്കാരെ അങ്ങോട്ട് കയറ്റത്തില്ല. ഇവരങ്ങോട്ട് അഭയാർത്ഥികളായിട്ട് കയറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ യൂറോപ്യൻ കൺട്രികൾ മാത്രമേ എടുക്കാൻ സാധ്യതയുള്ളൂ. പക്ഷെ യൂറോപ്യൻ കൺട്രികൾ മൊത്തം കഴിഞ്ഞ നാളുകളിൽ അവര് അഭയാർത്ഥികളെ എടുത്തതിന്റെ വേദന ഇന്ന് രൂക്ഷമായിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഇനി അഭയാർത്ഥികൾ എടുക്കുമെന്ന് തോന്നില്ല. പക്ഷെ ട്രംപ് പറയുന്നുണ്ട് ഈ ഗസ ബിൽഡ് ചെയ്ത് തരാമെന്ന്. പക്ഷെ ഇതിനകത്ത് പല കാര്യങ്ങളെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഗസ എന്ന് പറഞ്ഞ സ്ഥലം ബിൽഡ് ചെയ്യാൻ ഈ ട്രംപ് ഒരു കോൺട്രാക്ടറാണ്. ട്രംപ് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ടറാ. പക്ഷെ തനിക്ക് ഇതിനകത്തോട് ബിസിനസ് ഉദ്ദേശങ്ങൾ പലതും കാണാം. പക്ഷെ ഇതിന്റെ എല്ലാം പിമ്പിൽ ഗസ ഇന്ന് വരെ ഈ സ്പിരിച്വലി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ യുദ്ധങ്ങളുടെ ഒരു സമയങ്ങളെ കുറിച്ച് പഠിക്കാമെങ്കിൽ 50 വർഷം അത് ബൈബിളിൽ കാണാം. യഹൂദന്മാരെ കുറിച്ച് സംബന്ധിച്ച് അവരുടെ റബിമാര് അവരൊക്കെ പറയുന്നുള്ള ഒരു കാര്യം കൂടെയാ, ജൂബിലി ഇയറുമായിട്ട് ബന്ധപ്പെട്ടാണ് പല മേജർ ഇൻസിഡന്റ് ഇസ്രയേലിൽ നടന്നിരിക്കുന്നത്. 50 ബന്ധപ്പെട്ട് എന്നുവെച്ചാൽ ജൂബിലി ഇയർ. ഇനി അടുത്ത ചില കാര്യങ്ങൾ നടക്കുന്നത് 70 ബന്ധപ്പെട്ട 70 വർഷമായിട്ട് ബന്ധപ്പെട്ട്. അതിന്റെ ഒരു തെളിവാണ് 1948 മെയ് 14 ഇസ്രയേൽ രാജ്യമായി തീരുന്നത്.
പക്ഷേ യെരുഷലേമിനെ ഇസ്രയേലിന്റെ ക്യാപിറ്റലായി മാറ്റുന്നതും, യെരുഷലേമിലേക്ക് അമേരിക്കയുടെ എംബസി ടെലവീവിൽ നിന്നുകൊണ്ട് യെരുഷലേമിലേക്ക് മാറ്റുന്നതിന്റെ ഡേറ്റ് 2018 മെയ് 14 ഈവനിങ്ങിലാണ്. അന്ന് ഭയങ്കര ഒരു ഹിസ്റ്റോറിക് ഇവന്റ് നടക്കുക. 2018 മെയ് 14. ഇത് തമ്മിലുള്ള വർഷങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ കറക്റ്റ് 70 വർഷമാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഗസ ഇസ്രയേലിന്റെ ഭാഗമാകണം. പറയാമോ? 2018 മെയ് 14. അതിന് മുമ്പുള്ള ഡേറ്റോ? 1948 മെയ് 14. ഇത് കാൽക്കുലേറ്റ് ചെയ്ത കറക്റ്റ് 70 വർഷം. ഈ 70 വർഷം എത്തുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു, പ്രത്യേകിച്ച് ഈ ഒരു ഹിസ്റ്റോറിക്കലി ഇവന്റ് നടക്കുന്ന സമയത്ത് ബെഞ്ചമിൻ നെതന്യാഹു ഡിക്ലെയർ ചെയ്യുന്ന ഒരു വാക്ക് യൂട്യൂബിനകത്ത് അവൈലബിൾ ആണ്. ഞാൻ ആ ലൈവ് ക്ലാസ്, ആ ഒരു സെറമണി അല്ലെങ്കിൽ ആ ലൈവ് പ്രോഗ്രാം മൊത്തം ഇരുന്ന് കണ്ടു. ഇസ്രയേലിന്റെ ഒരു ഭയങ്കര ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് നടക്കുക. ഞാൻ അത് മൊത്തം ഇരുന്ന് ലൈവ് കാണുമായിരുന്നു. അന്ന സമയത്ത് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി പറയുന്ന ഒരു വേർഡ് ഇങ്ങനെ: The 70 years ago, same time and same day we got independence. Now we are going to move to the capital of our country, our city. ഞങ്ങളുടെ രാജ്യത്തിന്റെ ക്യാപിറ്റലിലേക്ക്, ജെറുസലേമിലേക്ക്, എവർലാസ്റ്റിംഗ് ക്യാപിറ്റലിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ഒരു പ്രസംഗം നടക്കുന്നുണ്ട്. ഞാൻ അതിനകത്ത് പറയുന്ന ഒരു വേർഡും കൂടെ അതിനകത്ത് ചെന്ന് ആഡ് ചെയ്യുന്ന ഒരു വേർഡാ. എന്തോ ലീഡറാ പാസ്റ്ററെ. ഞങ്ങൾ ഈജിപ്തിനെ ജയിച്ചു. ആരും ബിബ്ലിക്കൽ ഹിസ്റ്ററി ഞാൻ ഇവിടെ ഓപ്പൺ ആക്കുക. ഞങ്ങൾ ഈജിപ്തിനെ ഞങ്ങളുടെ പിതാക്കന്മാര് ജയിച്ചു. ഞങ്ങൾ ബാബിലോണിനെ ജയിച്ചു. ഞങ്ങള് മേദ്യ പേർഷ്യ രാജ്യത്തെ ജയിച്ചു. അസീറിയെ ജയിച്ചു. ഇങ്ങോട്ട് ലിസ്റ്റ് പറയാം. ലാസ്റ്റ് താൻ പറയാം, ഞങ്ങൾ ഇറാനെ ജയിച്ചിരിക്കും. താന് ഒരു പക്ഷേ ഒരു ചുമ്മാ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ നേരെ അവിടെ ഇവിടെയുമായിട്ടും വരുന്ന പ്രശ്നങ്ങളെ അങ്ങനെയൊന്നുമല്ല, വളരെ സ്പെസിഫിക് ആയിട്ട് താൻ പറയാം, ഞങ്ങൾ ഹമാസിനെ, ഹിസ്ബുള്ളയെ, ഞങ്ങളുടെ രാജ്യത്തിനെതിരെ വരുന്ന ടെററിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാനെ അല്ലെങ്കിൽ ആ രാജ്യങ്ങളെ സകലത്തെ ഞങ്ങൾ ജയിച്ചിരിക്കും. അപ്പൊ നമുക്ക് ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ കാണാം പക്ഷേ ഈ 70 ഇയേഴ്സും 50 ഇയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുമ്പം അത് ഇസ്രയേലിന്റെ ഭാഗമായി തീരുകയാണ് സ്പിരിച്വലി സംഭവിക്കേണ്ടത്. കാരണം ബൈബിളിന്റെ പ്രമാണം അങ്ങനെ. ഗസ ഇസ്രയേലിന്റെ ആകണം, മറ്റുള്ള സ്ഥലങ്ങൾ ഇസ്രയേലിന്റെ ആയതുപോലെ തന്നെ ഇസ്രയേലിന്റെ സ്ഥലമായിട്ട് മാറണം. ട്രംപ് ഡെവലപ്പ് ചെയ്താലും ഇതിനകത്ത് ഒരിക്കലും ഇസ്രയേല് ട്രംപിൻ്റെതായിട്ട് കംപ്ലീറ്റ്ലി വിട്ടുകൊടുക്കത്തില്ല. പക്ഷെ ഇസ്രയേലിന്റെ തീർച്ചയായിട്ടും നിയമ നടപടികളും, കാരണം ഇവിടെ ഡെവലപ്പ് ചെയ്ത് അമേരിക്ക കൊടുത്തു കഴിഞ്ഞാലും പണ്ട് അമേരിക്കയുടെ ഹിലാരി ക്ലിന്റൺ പാകിസ്ഥാനോട് പറഞ്ഞൊരു വേർഡ് ഇപ്രകാരമാണ്: നിങ്ങളുടെ ബാക്ക് യാർഡിൽ നിങ്ങള് സ്നേഹിക്കിനെ വളർത്തിയിട്ട് നിങ്ങളത് ഇന്ത്യക്കാരെ മാത്രമേ കടിക്കാവൂ എന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ലെന്ന്. എന്നുവെച്ചാൽ ടെററിസം നിങ്ങൾ പുറകിൽ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യക്കാരോട് മാത്രമേ നടക്കൂ എന്നുള്ളതിന് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങളുടെ വീടിന്റെ പുറകിൽ നിങ്ങൾ സ്നേഹിക്കിനെ വളർത്തിയിട്ട് അത് ഇന്ത്യക്കാരെ മാത്രമേ കടിക്കാവൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ടെററിസം പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ രാജ്യങ്ങളും അത് നിമിത്തം തകർന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് താലിബാൻ. ഏറ്റവും നല്ല ഉദാഹരണമാണ് ബംഗ്ലാദേശിൽ അങ്ങനെ ഇന്ന് ടെററിസം ഇല്ലെങ്കിൽ പോലും ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഓരോ കാര്യങ്ങൾ, ഏതൊക്കെ രാജ്യം ടെററിസത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ തകരും. ഇപ്പൊ ഇസ്രായേൽ ഒരിക്കലും അവരുടെ തൊട്ട അയലോക്കത്ത് ഇത്രയും യുദ്ധം ചെയ്ത് അവരുടെ പടയാളികൾ ഏകദേശം 700 ആൾക്കാരാ ടോട്ടലി മരിച്ചേക്കുന്നത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട്. ഇത്രയും ജീവൻ കൊടുത്ത് തിരിച്ചു പിടിച്ച ഈ സ്ഥലം ഒരിക്കലും അമേരിക്കയ്ക്ക് മാത്രമായിട്ട് വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതേ അഭയാർത്ഥികളെ കൊണ്ടൊന്ന് ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നാളെ ഇവര് വീണ്ടും ഇവരുടെ ബ്ലഡിൽ നിന്ന് ഈ നമ്മുടെ ഒരു പഴഞ്ചൊല്ല് എന്നവണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിപ്പുലിക്ക് അതിന്റെ പുള്ളി മായ്ക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്ന പോലെ ഇവർക്ക് ടെററിസം എന്ന് പറഞ്ഞാൽ അവരുടെ ബ്ലഡിനകത്ത് എവിടെയൊക്കെയോ അടിഞ്ഞുകൂടി കിടക്കുന്നതാ. അത് സമയവും അവസരവും വരുമ്പം ഇത് പുറത്തു വരത്തേയുള്ളൂ. നമ്മൾ തന്നെ പാല് കൊടുത്ത് ചിലരെ പോറ്റാൻ ഒരിക്കലും അതിന് ഇസ്രയേൽ അനുവദിക്കത്തില്ലെന്ന എന്റെ ഒരു വീക്ഷണം. കാരണം ഗസ ഇപ്പൊ പണിതെടുത്ത് ആരുടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പണം ആര് കൊടുക്കും? എന്തുവായാലും
ട്രംപ് ഒരു കൺസ്ട്രക്ടർ, ഒരു കോൺട്രാക്ടറാണ്. തന്റെ അകത്ത് ബിസിനസ് പരമായിട്ടുള്ള തീർച്ചയായിട്ടും ഒരു വീക്ഷണം ഉണ്ട്. പിന്നെ ഇവരെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അമേരിക്കക്കാർ ഒരിക്കലും ഇവിടെ താമസിക്കാനും വരത്തില്ല. ഇസ്രയേൽക്കാര് സെറ്റിൽ ചെയ്യാനേ സാധ്യതയുള്ളൂ. അപ്പം ഒരിക്കലും അമേരിക്കയുടെ കയ്യിലോട്ട് പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കാൻ ഒരു സാധ്യതയും ഇല്ലെന്നാണ് പക്ഷേ എന്റെ ഒരു വീക്ഷണം. കാരണം ഇത്രയും യുദ്ധം ചെയ്ത് പിടിച്ചത് പാഴായി പോകാനായിരിക്കത്തില്ല. സ്പിരിച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഗസ വിൽ ബി ഫോർ ഇസ്രയേൽ, ഇസ്രയേലിന്റെ ഭാഗമാകും. പക്ഷെ 2048 വരുമ്പോഴത്തേക്കിന് ഇസ്രയേലിന്റെ ഒരു പ്രൊജക്റ്റാ വിശാല ഇസ്രയേൽ. 2048 വരുമ്പോഴത്തേന് വിശാല ഇസ്രയേൽ. അത് പൊളിറ്റിക്കലി ആകാം, അല്ലെങ്കിൽ ജിയോഗ്രാഫിക്കലി ആകാം, പല രീതികളിലും ഇസ്രയേൽ സ്ട്രോങ് ആകും. ഇസ്രയേലിന്റെ അതിരുകൾ വിശാലമായിരിക്കും. അതാണ് അവരുടെ പ്രൊജക്ട്. നഷ്ടമായ സ്ഥലങ്ങൾ ഇത് ചുമ്മാതെ ഒരുക്കുന്ന ഒരാളെ പോയി കയറി പിടിക്കത്തില്ല. ന്യായമായ കാരണങ്ങൾ ഇങ്ങോട്ട് വന്ന് അവര് തന്നെ, നമ്മുടെ മലയാളം ഭാഷയെ പറഞ്ഞ ഒരുപക്ഷെ ചുണ്ടയ്ക്ക കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് വഴുതനങ്ങ കിട്ടുന്നത് പോലെ ന്യായമായ കാര്യങ്ങളുമായിട്ട് വന്നു കഴിയുമ്പോൾ ഇസ്രയേൽ യുദ്ധത്തിനിറങ്ങും. അതെല്ലാം ഇസ്രയേലിന് അനുഗ്രഹമായിരിക്കും. ഗസയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗസ ഇന്ന് റിസ്റ്റോർ ചെയ്യാൻ, പുനരധിവസിപ്പിക്കാൻ ഭയങ്കര പദ്ധതികൾ നടക്കുന്നുണ്ട്. പക്ഷേ സ്പിരിച്വലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രയും യുദ്ധം ചെയ്തതും 50 വർഷവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്തൊരു ടൈമിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം പിമ്പിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ അനേക ചിന്തകൾ, അനേക ആശയങ്ങളുണ്ട്. പക്ഷെ യഹോവയുടെ ഹിതമോ സാധിക്കും. ദൈവത്തിന്റെ പദ്ധതി ഇസ്രയേലിനെ കുറിച്ച് എന്തുവാ, ഏതൊക്കെ ഗവൺമെന്റ് വന്ന് പ്ലാൻ ചെയ്താലും ലാസ്റ്റിൽ ദൈവത്തിന്റെ ഹിതം മാത്രമേ നടക്കത്തുള്ളൂ പാസ്റ്ററെ. ഇതാണ് എൻ്റെ ഒരു വീക്ഷണം. അതെ അതെ പാസ്റ്ററെ, പാസ്റ്റർ പറഞ്ഞത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. ട്രംപ് ഒരു 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 ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിസിനസ്സുകാരനായതുകൊണ്ട് അറിയില്ല അദ്ദേഹത്തിന് അങ്ങനെയുള്ള ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും ട്രംപ് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്സിൽ ഇൻവോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ശക്തമായ സാന്നിധ്യമാകാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ കൊടുക്കുന്നൊരു സൂചനയാണ്. അതായത് അദ്ദേഹം ഒരു ചുവട് മുന്നോട്ടല്ല വെക്കുന്നത്, മുന്നോട്ടാണ് വെക്കുന്നതെന്നുള്ള ഒരു നല്ല സൂചനയാണ് ഈ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പാസ്റ്ററെ, ഈ പറഞ്ഞ ഈ 2048 അവർക്കൊരു വിശാല ഇസ്രായേൽ എന്നൊക്കെ അവർ കണക്കുകൂട്ടുന്നെങ്കിലും വിശാല ഇസ്രായേൽ ഉണ്ടാകുന്നത് 3-ാം ലോക മഹായുദ്ധത്തിന് ശേഷം കർത്താവ് ഈ ഭൂമിയിൽ ഭരിക്കുമ്പോഴാണ് വിശാല ഇസ്രായേൽ ഉണ്ടാകുന്നത്. അന്നേ ഉണ്ടാകത്തുള്ളൂ. അതിന് അവർ കുത്തിയങ്കിലേക്ക് നോക്കേണ്ടതായിട്ട് വരും. അനുദപിക്കാത്ത യഹൂദനുണ്ടാകുന്ന വിജയങ്ങൾ പാർശ്വലാണ്. അനുദപിക്കാത്ത യഹൂദനുണ്ടാകുന്ന വിജയങ്ങൾ പഴയ വാഗ്ദത്തങ്ങളുടെ ഒരു 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 തിളക്കം ഇപ്പോഴും കിടക്കുന്നത് കൊണ്ടുണ്ടാകുന്ന വിജയങ്ങളാണ്. കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരാതെ അവർക്ക് ഈ പൂർണ്ണ വിജയങ്ങൾ ഉണ്ടാകുകയില്ലെന്നുള്ളത് ഒരു ഫാക്റ്റാണ്. നമുക്ക് യുദ്ധങ്ങളുടെ ചരിത്രം കേൾക്കാം പാസ്റ്ററെ. നമ്മൾ അതാണല്ലോ ഈ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞങ്ങ് ഈ വിഷയം പാസ്റ്ററെ അംഗീകരിപ്പിക്കുക. ഞാൻ പറഞ്ഞത് ഇസ്രായേലുമായിട്ടുള്ള ആ ഒരു 3-ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ ഏത് ചേരിയിലായിരിക്കുമെന്നുള്ളതിനുള്ള സൂചനകളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാകുന്നു. സത്യത്തിൽ പല ചാനലുകളിലും ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യം പാസ്റ്ററെ. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് US സൈനിക വിമാനം ഇന്ത്യയിൽ ലാൻഡ് ചെയ്യാൻ എന്തുകൊണ്ട് അനുവദിച്ചത്? ഒരു രാജ്യം അങ്ങനെ അനുവദിക്കത്തില്ല. പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലെ ഉള്ള ഒരു പവർഫുൾ രാജ്യം ഒരിക്കലും അത് സമ്മതിക്കത്തില്ല. അപ്പോൾ അങ്ങനെ അനുവദിക്കാനുള്ള കാരണം ഇന്ത്യ ആ ഭാഗത്ത് ഇന്ത്യക്ക് നോ പറയാൻ പറ്റാതെ പോയി. എൻ്റെ ഒരു ഊഹമാണ് കേട്ടോ. ഞാൻ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചത് കൊണ്ട് എൻ്റെ ഒരു രാഷ്ട്രീയ വീക്ഷണമാണിത്. ഇതിനുള്ളൊരു പൊളിറ്റിക്കൽ റീസണുണ്ട്. അതായത് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ മോദി പോയില്ല എന്ന് പറഞ്ഞ് വലിയൊരു ചർച്ചയുണ്ടായിരുന്നു ഇവിടെ. അതായത് മോദിയെ ഇൻവൈറ്റ് ചെയ്തില്ല, മൈ ഫ്രണ്ട് എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പം സത്യപ്രതിജ്ഞയ്ക്ക് അദ്ദേഹം ചീഫ് ഗസ്റ്റായിട്ട് ചെല്ലുമെന്നൊക്കെ ആളുകൾക്കൊരു ധാരണയുണ്ടായിരുന്നു. അത് നരേന്ദ്രമോദിക്ക് ഭയങ്കര ഒരു എന്താ പറഞ്ഞ ഒരു കംസോരി, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡിനൊരു വീക്ക്നെസ്സായിട്ട് വന്നൊരു കാര്യം, അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തില്ല. ജയശങ്കർ നമ്മുടെ വിദേശകാര്യമന്ത്രിയാണ് പോയത്. അതിനുശേഷം ട്രംപിനെ ഇൻവൈറ്റ് ചെയ്തു. ട്രംപ് അടുത്ത മാസം പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാണ് ആ വിഷയത്തെ ഒന്ന് സോഫ്റ്റ് ആക്കിയത്.
അന്ന് പോയില്ലെങ്കിലും ട്രംപിനെ മോദിയെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. മോദി അടുത്ത മാസം ട്രംപിനെ കാണാൻ പോകുന്നെന്നൊക്കെ പറഞ്ഞാൽ സോഫ്റ്റ് ആക്കിയത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയെ വിസിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു അമേരിക്കൻ വിമാനം ഇങ്ങോട്ട് വരുന്നത്. ആ വിമാനം ബ്ലോക്കാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള വിസിറ്റ് നടക്കത്തില്ല, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാകും. അപ്പോൾ ഇപ്പം ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് അമേരിക്ക വിസിറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം തൻ്റെ പൊളിറ്റിക്കൽ ഇമേജിനെ അല്ലെങ്കിൽ അത് ക്ഷീണമായിട്ട് തീരും. അദ്ദേഹത്തിന് വിസിറ്റ് ക്യാൻസലായി എന്ന് പറയുന്നതിലൂടെ പിന്നെയും പഴയ കാര്യങ്ങൾ പൊങ്ങി വരും. ഇത് മൈ ഫ്രണ്ട് അല്ല എന്ന് പിന്നെ തുറന്നു പറയേണ്ടി വരും. അതുകൊണ്ട് എന്താ പറയുക, ഒന്നും വയ്യാത്തൊരു സ്റ്റേജിലാണ് സത്യത്തിൽ ഇന്ത്യയിൽ സൈനിക വിമാനം ഇറക്കിയത്. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി രണ്ടാമത്തെ വിമാനം ഇറക്കത്തില്ലെന്ന്. കാരണം അതുപോലെ വലിയ പൊളിറ്റിക്കൽ ഒരു 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 കൊടുങ്കാറ്റായിട്ട് അത് മാറിക്കഴിഞ്ഞു. ഇനിയും ഇറക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു. എന്തായാലും അറിയില്ല അമേരിക്കൻ വിസിറ്റ് അദ്ദേഹം ചെയ്യുമോ. എന്നാൽ അദ്ദേഹം പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അമേരിക്കൻ വിസിറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് അദ്ദേഹം കുറച്ച് തീരുമാനങ്ങൾ എടുത്തായിരുന്നെങ്കിൽ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ അദ്ദേഹത്തിനൊരു വലിയ ഹീറോ പരിവേഷം പിന്നെയും കിട്ടുമായിരുന്നു. ഓൾറെഡി ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ നരേന്ദ്രമോദിജിക്ക് ഒരു വലിയ പരിവേഷമുണ്ട്, അതൊന്നുകൂടെ ഒന്ന് വർദ്ധിക്കുമായിരുന്നു. പക്ഷേ എന്തോ എനിക്കറിയില്ല, ബന്ധങ്ങൾ വഷളാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അറിയില്ല ഇതിൻ്റെയൊക്കെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം ഈ കഴിഞ്ഞ ഇലക്ഷനോടുകൂടെ ജിയോ പൊളിറ്റിക്സിൽ ഒന്നുകൂടെ ബലപ്പെട്ടു, ഒന്നുകൂടെ ശക്തിപ്പെട്ടു. ഇസ്രയേലുമായിട്ടുള്ള ഇടപാടുകളിൽ വളരെ ശക്തമായ സാന്നിധ്യമായിക്കൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങളെക്കുറിച്ചുള്ള കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ കേൾക്കാനുള്ള സമയമുണ്ടോ പാസ്റ്ററെ നമുക്ക് ഇന്ന്? പാസ്റ്ററെ, തീർച്ചയായിട്ടും നമുക്ക് യുദ്ധങ്ങളെക്കുറിച്ച് ഒരു തുടക്കം ഇട്ടുകൊണ്ട് ഇന്ന് നിർത്താം. അതെ, നമ്മുടെ സമയം ഇന്ന് ഓടിപ്പോകുന്നു. പക്ഷേ യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഇസ്രയേലിന്റെ ഹമാസും ഇസ്രയേലുമായിട്ടുള്ള ആ യുദ്ധത്തിന്റെ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ തുടങ്ങുന്നത് തന്നെ. പക്ഷെ ഇന്ന് ആ യുദ്ധത്തിന്റെ കാര്യങ്ങളിൽ കൂടെ അനേക ചരിത്രങ്ങൾ, കാരണം ഇതൊക്കെ ലിങ്ക് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. ലെബനോനെ കുറിച്ച് പഠിക്കേണ്ടി വരും, ലെബനോന്റെ ചരിത്രം. നമ്മൾ ഈ ക്ലാസ്സിനകത്തൂടെ അരാബിന്റെ ചരിത്രം പറഞ്ഞു. അരാബ് എന്ന് പറഞ്ഞാൽ സിറിയയുടെ ചരിത്രങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത് ഈ ഇസ്രയേലുമായിട്ടുള്ള ചരിത്രങ്ങൾ യഥാർത്ഥത്തിൽ അറിയണമെങ്കിൽ ഇസ്രയേലിന്റെ ചുറ്റുവട്ടങ്ങളിൽ കിടക്കുന്ന രാജ്യങ്ങളുടെ ചരിത്രങ്ങളും കൂടെ അല്പമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതുപോലെ തന്നെയാ ഒരു യുദ്ധമല്ല പാസ്റ്ററെ പഠിക്കേണ്ടി, ഇസ്രയേലിന്റെ യുദ്ധങ്ങളെ കുറിച്ച് പഠിക്കും. ഇതെല്ലാം ലിങ്ക്. ഈ 1948 യുദ്ധം തുടങ്ങേണ്ട കാര്യം എന്തോ അതറിയണമെങ്കിൽ 1900 കുറച്ച് 20 പോണം, അല്ലെ 17 പോണം. അവിടെ ചെല്ലുമ്പോൾ അവിടെ കാണാം ഇവര് രാജ്യമില്ലാതായി തീർന്നത് നിമിത്തം ഇങ്ങനെ പോയി 1500 പോണം. 1567 എങ്ങനെയാണ് ഓട്ടോമൻ ടർക്ക് എംപയർ ഇത് ഇൻവേഡ് ചെയ്യുന്നത്, ഈ സ്ഥലം പിടിക്കുന്നത്. ഇത് അവിടുന്ന് പോണം. ഈ സ്ഥലം വന്നിട്ട് ആരുടെ ആയിരുന്നു? ഇത് ഇസ്രയേലിന്റെ സ്ഥലമായിരുന്നു. AD 70 നഷ്ടമായി. ഇനി AD 70 ഇങ്ങനെ വർഷം കണക്ട് ചെയ്ത് പോയാല് നമ്മൾ വന്ന് നിൽക്കുന്നത് അബ്രഹാം നടന്ന സ്ഥലങ്ങളിൽ വരെ ചെല്ലും. ഇതുപോലെ 2023 യുദ്ധത്തിന്റെ ഒക്കെ പിമ്പിൽ ഉള്ള കാര്യങ്ങൾ, ഹമാസ് എന്ന് പറഞ്ഞ ഒരു സംഘടന എഴുന്നേറ്റ് വരുന്നതും ഇതെല്ലാം സംഭവിക്കുന്നത് 1973 യുദ്ധവുമായിട്ട് കണക്റ്റഡാണ്. പക്ഷെ 1973 യുദ്ധം കഴിഞ്ഞിട്ട് അനേക യുദ്ധങ്ങൾ നടന്നു. എന്റെ കയ്യിൽ ആ യുദ്ധങ്ങളെ കുറിച്ച് ഒരു ലിസ്റ്റ് ഉണ്ട്. 73 കഴിഞ്ഞിട്ട് 82 ലെബാനോൻ വാർ നടന്നു. 2026 സെക്കൻഡ് ലെബാനോൻ വാർ നടന്നു. ഇപ്പം തേർഡ് ലെബാനോൻ വാർ നടന്നു. ഇനി 2024 അതിന്റെ ഡേറ്റുകൾ പഠിച്ചാൽ ഇതെല്ലാം ലിങ്ക്. നമ്മളൊരു ചെറിയൊരു ഔട്ട്ലൈൻ പഠിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഇസ്രയേലിനെ എന്നും ഇസ്രയേലിന്റെ ശത്രു ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് ഇന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ടുള്ള ഞാനൊരു ബൈബിളിന്റെ വെളിച്ചത്തിലുള്ള ഒരു വാക്യം ഞാൻ കാണിച്ചു തരാം. പക്ഷെ എന്താണെന്നറിയാമോ, ഇതിന്റെ എല്ലാം ആകെ തുക പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം അനുസരിക്കേണ്ടതുപോലെ അനുസരിച്ചില്ലെങ്കിൽ പ്രോബ്ലങ്ങൾ സോൾവ് ആകത്തില്ലെന്ന്. പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ കീഴടങ്ങിയാൽ ഇത് ഒരു പക്ഷേ നമ്മുടെ വിശ്വാസികളായ ക്രിസ്ത്യൻസായ പ്രേക്ഷകർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ കീഴടങ്ങിയാൽ ദൈവത്തിന് കീഴടങ്ങുവീൻ, എന്നാൽ
പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് വചനത്തിൽ പറഞ്ഞേക്കുന്നത് പോലെ. പക്ഷെ ഞാനൊരു രണ്ട് മൂന്ന് വേർഡ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുള്ള ഒരു വാക്കാ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ എനിക്ക് തോന്നുന്നു രണ്ടാം അധ്യായത്തിലുള്ള ഒരു വാക്കാ. നിങ്ങൾ ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ചു കളയണമെന്നും, എന്നാൽ നിങ്ങൾ എന്റെ വാക്ക് അനുസരിച്ചില്ല, അങ്ങനെ ചെയ്തില്ല. അതും കൊണ്ട് ഞാൻ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയില്ല. അവർ നിങ്ങളുടെ വിലാപ്പുറത്ത് മുള്ളായിരിക്കും, അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയായിരിക്കും എന്ന് ഞാൻ പറയുന്നു. ഇങ്ങനെ അങ്ങോട്ട് ദൈവത്തിന്റെ വചനം അനുസരിക്കാതിരുന്ന ഇസ്രയേൽ ജനവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇവിടെ പറഞ്ഞേക്കുക 1-2 വാക്യങ്ങൾ. കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേലിനെയൊക്കെയും പരീക്ഷിക്കേണ്ടതിനും. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വാക്യം ഡിസ്കസ് ചെയ്താന്ന് തോന്നുന്നല്ലേ പാസ്റ്ററെ? യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാണ്. ദൈവത്തിന്റെ വചനം പൂർണ്ണമായിട്ട് അനുസരിക്കാതെ ദൈവത്തിന്റെ വചനത്തെ പകുതി അനുസരിച്ചു. ദൈവം പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇവരോട് ഉടമ്പടി ചെയ്യരുത്, നിങ്ങൾ അവരുടെ മ്ലേച്ഛതകളിൽ പോകല്ല്, പാപങ്ങളിൽ പോകരുത്, നിങ്ങൾ എനിക്കൊരു വിശുദ്ധ ജനമാ എന്ന് പറഞ്ഞിട്ട് അവർ ഇസ്രയേൽ അനുസരിക്കാതെ പലയിടത്തും, ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, സാരമില്ല, ഇറ്റ്സ് ഓക്കെ എന്നുള്ള ഓക്കെ പ്രയോഗം യൂസ് ചെയ്ത് പക്ഷെ ഇന്നും ഇസ്രയേലിന്റെ യുദ്ധങ്ങളെ കഴിഞ്ഞിട്ടില്ല. അവരുടെ ബൗണ്ടറി വളരെ ചെറുതായിരുന്നു. ഇസ്രയേലിന്റെ ബൗണ്ടറിയെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വേണമെങ്കിൽ അല്പ കാര്യങ്ങളെ ചിന്തിക്കാം. ചെറുതായിരുന്നു. പക്ഷേ യുദ്ധം ചെയ്തും പല കാര്യങ്ങളിൽ അല്പം കൂടെ ബൗണ്ടറി വലുതായി. 2023 യുദ്ധത്തിന്റെ റൂട്ടുകൾ പിടിച്ചു നോക്കിയാൽ എക്സാക്ട്ലി ആ യുദ്ധത്തിന്റെ ഒരു പ്രതിഫലനം, അല്ലെങ്കിൽ അതിന്റെ തുടക്കം നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ചിന്തിച്ചാൽ 1973 യുദ്ധമാണ്. 1973 എന്തിനാ യുദ്ധത്തിന് വേണ്ടി ഇസ്രയേലിനെതിരെ വന്നത്? അത് 67 യുദ്ധമാണ്. എന്താ 67 യുദ്ധം? 67 ഇസ്രയേലിനെ 1948 പരാജയത്തെ അതിനെ മറികടക്കാൻ വേണ്ടി, അതിനെ മൂടാൻ വേണ്ടി PLOയുടെ നേതൃത്വത്തിൽ, ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇസ്രയേലിന് നേരെ യുദ്ധത്തിന് വന്നു. 1967 വന്നു. ആ യുദ്ധത്തിന് വിളിക്കുന്ന പേര് 6 ഡേ വാർ എന്ന്. ആ യുദ്ധത്തിന് വരുന്നത് നിമിത്തം ഇസ്രയേല് 1967 ജെറുസലേമിനെ കയറി അങ്ങ് പിടിച്ചു. അതുവരെ ജെറുസലേം UN കൺട്രോളിലായിരുന്നു. ആ ജെറുസലേമിനെ ഇവർ പിടിച്ചു. അപ്പൊ യുദ്ധം ഇസ്രയേലിന് അനുഗ്രഹമാണ്. ജെറുസലേം പിടിച്ചു. ജെറുസലേം പിടിക്കുക മാത്രമല്ല, ഈജിപ്തിന്റെ സ്ഥലങ്ങൾ, സീനായി പെൻസുല എന്ന് പറയുന്ന ആ സ്ഥലങ്ങൾ മൊത്തം കയറി പിടിച്ചു. എന്ന് വെച്ചാൽ ഇസ്രയേലിന്റെ ബൗണ്ടറി തൊട്ട് സൂയസ് കനാൽ വരെയുള്ള സ്ഥലം ഇസ്രയേൽ പിടിച്ചെടുത്തു. അപ്പൊ അവിടെ എല്ലാം ഇസ്രയേൽ 8 പോസ്റ്റുകൾ സ്ഥാപിക്കുകയും അവിടെ എല്ലാം ഇസ്രയേലിന്റെ മിലിറ്ററിയുടെ സ്വാധീനം ഉണ്ടാകുകയും ചെയ്തു. അത് അവിടെ മാത്രമല്ല, ലെബാനോൻ പിടിച്ചു. ലെബാനോന്റെ കുറെ സ്ഥലങ്ങൾ പിടിച്ചു. ഇങ്ങനെ ജോർഡാന് ബൗണ്ടറി വരച്ചു. ജോർഡാനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. സിറിയയുടെ അവിടെ എല്ലാ രാജ്യങ്ങളുടെയും അകത്ത്, പ്രത്യേകിച്ച് ഇസ്രയേലിന്റെ അകത്തുള്ള വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗോലൻ ഹൈറ്റ്സ് എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ സ്വാധീനം ഇസ്രയേൽ പിടിച്ചെടുത്തു. പക്ഷെ ഇസ്രയേൽ പിടിച്ചെടുത്തിട്ട് ഇനി 67 ഞങ്ങളുടെ ലാൻഡ് എല്ലാം പോയല്ലോ എന്നോർത്തുള്ള ആ ഒരു കാര്യം മറയ്ക്കാൻ വേണ്ടി അടുത്ത കാര്യത്തിന് വന്നു. അത് വരുന്നത് 73 ഇസ്രയേലിന്റെ നേരെ യുദ്ധത്തിന് വന്നപ്പോൾ ഇസ്രയേൽ വീണ്ടും യുദ്ധം ജയിച്ചു. ആ 73 യുദ്ധത്തിന് വിളിക്കുന്ന പേര് യോം കിപ്പൂർ വാർ എന്ന. അത് ഇസ്രയേലിന്റെ ഒരു ഫീസ്റ്റിന്റെ പേരാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6ാമത്തെ ഫീസ്റ്റായ ഫീസ്റ്റ് ഓഫ് അറ്റോൺമെന്റിന്റെ പേരാണ് യോം കിപ്പൂർ വാർ. എന്തുകൊണ്ടാണ് യോം കിപ്പൂർ വാർ എന്നുള്ള ഉള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ സെക്ഷനുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറപ്പാട് 34 ഒരു വാക്യത്തിന്റെ ബേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം യോം കിപ്പൂർ വാർ വന്ന സമയത്ത് ഇസ്രയേൽ ഒരു കാര്യം ചെയ്തു. സീനായ് പെൻസുല എല്ലാം ഈജിപ്തിനൊക്കെ തിരിച്ചു വിട്ടുകൊടുത്തു. 67 യുദ്ധത്തിന് പിടിച്ച സ്ഥലങ്ങളെല്ലാം തിരിച്ചു വിട്ടുകൊടുത്തു. ഇസ്രയേലിന് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് അറിയാം അവരുടെ ബൗണ്ടറി എവിടെയാണ്, അല്ലെങ്കിൽ അവർക്ക് ഏതൊക്കെ സ്ഥലം വേണമെന്ന്. പക്ഷെ നമുക്ക് ചരിത്രങ്ങൾ പഠിച്ചാൽ അറിയാം, ഇസ്രയേലിന്
1948 മുമ്പേ ബ്രിട്ടൻ എത്ര സ്ഥലങ്ങൾ ഓഫർ ചെയ്തായിരുന്നു, ഓസ്ട്രേലിയ ഓഫർ ചെയ്തായിരുന്നു, എത്ര രാജ്യം, അവരൊന്നും, ഇനി എന്റെ ഓർമ്മയിൽ 54 രാജ്യങ്ങളോ അതോ 20-ലധികം എത്രയോ രാജ്യങ്ങൾ ഓഫർ ചെയ്തതാ. ഇസ്രായേൽ അതൊന്നും എടുത്തില്ല. ഇസ്രായേലിന് വേണം ഞങ്ങളുടെ പിതാക്കന്മാരുടെ കല്ലറയുള്ള, ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത ദേശം തന്നെ വേണം. 67 പിടിച്ചെടുത്ത ലാൻഡ് സീനായ് പെനിൻസുലയെല്ലാം വിട്ടുകൊടുത്തു. ആ വിട്ടുകൊടുത്ത കൂട്ടത്തിൽ ഈജിപ്തിന്റെ സ്വാധീനത്തിലായിരുന്നു ഹമാസ് ഉണ്ടായിരുന്നത്. ഭയങ്കര ഈജിപ്തിന്റെ സ്വാധീനമായിരുന്നു. അന്നത്തെ കാലത്ത് ഇസ്രയേലിന്റെ ഭാഗമായിരുന്ന തന്നെ സ്ഥലമായിരുന്നു ഗസ. ആ ഗസ ഇവർക്ക് വേണ്ടി അങ്ങ് വിട്ടുകൊടുത്തു. അവരുടെ പോപ്പുലേഷൻ ആയിരുന്നു അവിടെ കൂടുതൽ. അവിടെ വിട്ടുകൊടുത്ത് വേണമെങ്കിൽ ഗസ അന്ന് പിടിച്ചെടുക്കാമായിരുന്നു. UN പീസ് കവനന്റ് പ്രകാരം ആ സ്ഥലം വിട്ടുകൊടുക്കുകയും ഇസ്രയേൽ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് സെറ്റിൽമെന്റ് നടത്തി അവിടെ എല്ലാം ചെയ്ത് കൊടുത്ത സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു 2000ത്തിന്റെ തുടക്കങ്ങളിലാണ് ഇസ്രയേൽ അവിടുന്ന് പിൻവാങ്ങുന്നത്. പക്ഷേ പിൻവാങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് ഇസ്രയേലിന്റെ മിലിറ്ററിയുടെ സ്വാധീനം ഉണ്ടെങ്കിൽ പോലും അവിടുന്ന് ഹമാസിന്റെ ടെററിസം വന്നു. യാസർ അറാഫത്ത് എന്ന് തൊട്ട് തുടങ്ങിയുള്ള ഈ ഗസായിൽ നിന്നുകൊണ്ടാണ് ഇവരുടെ എല്ലാം തുടക്കം. അനേകം എസ്കേപ്പ് ആകുന്ന ഈജിപ്തിലോട് എസ്കേപ്പ് ആകും, ജോർഡാനിൽ പോ, സിറിയയിൽ പോ, താൻ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ആ ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി യാസർ അറാഫത്ത്. 2006 തോന്നുന്നു ഇസ്രായേൽ അവിടുന്ന് കംപ്ലീറ്റ്ലി പിൻവാങ്ങി. 2006 പിൻവാങ്ങുന്നതിന് മുമ്പ് 2006 ഹമാസിന്റെ ഗവൺമെന്റ് വന്നു. കാരണം കാര്യങ്ങളെ മൊത്തം ഹൈജാക്ക് ചെയ്തു ഹമാസ് ഇസ്രായേൽ പിൻവാങ്ങിയതോടുകൂടെ. ഇസ്രായേൽ ഇതെല്ലാം ഒരു പാഠമായിരുന്നു. 2006 തൊട്ട് ഇസ്രയേലിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ഇസ്രയേലിന്റെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോവുകയും ഇസ്രയേലിലേക്ക് ബോംബ് അയക്കുകയും പല രീതികളിൽ അന്നെല്ലാം ഇസ്രയേൽ പോയി റിട്ടാലിയേഷൻ ചെയ്തു. പക്ഷെ 2023 നടന്ന ഈ ഒരു ജെനസൈഡ്, ഈ ഒരു വംശഹത്യക്കെതിരെ, കൊലപാതകങ്ങൾക്കെതിരെ ഇസ്രയേൽ യുദ്ധത്തിന് വേണ്ടി തിരിഞ്ഞു. പക്ഷെ ഇസ്രയേൽ യുദ്ധത്തിന് വേണ്ടി തിരിയുമ്പോഴും ശത്രു ഈ വരുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിച്ചാൽ, പക്ഷേ 1973 തൊട്ട് കറക്റ്റ് ദിവസങ്ങളെ നോക്കിയാൽ 2023 ഒക്ടോബർ 6 എത്തുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ദൈവത്തിന്റെ കണക്കിൽ, സ്പിരിച്വൽ കണക്കിൽ ജൂബിലി ഇയർ ആണ്. കാരണം 50 വർഷം അടിമയെ പിടിച്ചു വെക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇസ്രയേലിന്റെ സ്ഥലം പിടിച്ചു വെക്കാമെന്നുള്ള സ്പിരിച്വൽ നിയമം ആ ദിവസം മണിക്കൂറുകൾ സ്വർഗത്തിൽ കംപ്ലീറ്റ് ആയി. ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ ഈ സ്വർഗത്തിൽ കംപ്ലീറ്റ് ആയി എന്നൊക്കെയുള്ള വേർഡ് ബിബ്ലിക്കലി കണക്കുകളുമായിട്ട് കണക്റ്റഡാണ്. ഇന്നത് പറയാൻ ഒരുപക്ഷെ സമയമില്ല. കംപ്ലീറ്റ് ആയി. യുദ്ധം തുടങ്ങി. ആ യുദ്ധത്തിന് പോകുന്നത് നിമിത്തം ആ തുടക്കത്തിൽ തന്നെ അവർ പറഞ്ഞു, ഗസ വിൽ ബി അവേഴ്സ്, കാരണം ദിസ് ഇസ് എ ജൂബിലി ഇയർ. ഇത് ദൈവത്തിന്റെ യുദ്ധമാണ്, അത് ഞങ്ങൾ ചെയ്യുക. ഒരിക്കലും ദൈവം വന്ന് മനുഷ്യനോട് യുദ്ധം ചെയ്യാൻ വരത്തില്ല. ദൈവത്തിന്റെ ജനത്തിനെതിരെ ചെയ്യുന്ന യുദ്ധത്തിന് ദൈവത്തിന്റെ ജനത്തെ തന്നെ ദൈവം സജ്ജമാകും. അതിന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ യുദ്ധത്തിനായി നിന്റെ കൈകളെയും പോരിനായി നിന്റെ വിരലുകളെ അഭ്യസിപ്പിക്കും. കാരണം ദൈവം ഒരിക്കലും മനുഷ്യനോട് യുദ്ധം ചെയ്യാൻ വരുന്ന ഒരു ഒരു പ്രവൃത്തി ഒരിക്കലും ദൈവം ചെയ്യത്തില്ല. കാരണം മനുഷ്യൻ തന്നെ അവന് കൊടുത്തിരുന്ന കാര്യങ്ങൾ, അവകാശത്തിന്റെ മീതെ അവന്റെ അവകാശം യുദ്ധം ചെയ്ത് പിടിച്ചോണം. ദൈവം അതിനുവേണ്ടി സഹായിക്കും. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഈ ഡേറ്റ് വന്നത് 2023 ഒക്ടോബർ 7. പക്ഷേ ഈ യുദ്ധങ്ങളെല്ലാം കണക്റ്റഡ് ആണ്. എന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വാദം. ഇത് ഓരോ യുദ്ധങ്ങളും നമ്മൾ ഇരുന്ന് പഠിക്കേണ്ടതാണ്. ഇതിന്റെ ഡേറ്റുകളും കൂടെ നമുക്ക് അടുത്ത ആഴ്ച വേണമെങ്കിൽ ഒന്ന് പറയാം. ഡേറ്റിനകത്ത് കിടക്കുന്ന മിസ്റ്ററി, ദിവസങ്ങളുടെ കണക്കുകൾ പോലും ആക്യുറസിക്കാം. ദൈവത്തിന്റെ കലണ്ടറിലും ദൈവത്തിന്റെ ക്ലോക്കിലും ഒന്നും തെറ്റുപറ്റത്തില്ല. ദൈവത്തിന്റെ കലണ്ടറും ദൈവത്തിന്റെ ക്ലോക്കും ഭയങ്കര ആക്യുറസിയാണ്. യുദ്ധം നടന്നു. ഗസയുടെ സ്ഥിതി ഇന്നിങ്ങനായി. ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചാനലുകാരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അവര് സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവോചനത്തിന്റെ വെളിച്ചത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും 1973 പറ്റിയ അബദ്ധം എത്രയോ, അത് നിമിത്തം UN പീസ് കവനന്റിനെ അക്സെപ്റ്റ് ചെയ്ത് നിമിത്തം എത്രയോ ആൾക്കാരുടെ ജീവൻ അപഹരിച്ചു. അപ്പൊ അത് തിരിച്ചു പിടിച്ചിട്ട് വീണ്ടും മറ്റൊരാൾക്ക് കൊടുക്കുമോ ഇല്ലയോ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവോചനത്തിന്റെ വെളിച്ചത്തിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്ക് ഇന്ന് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് യുദ്ധങ്ങളെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പിന്നീട് നമുക്ക് പഠിക്കാം. ദിവസങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് കാണാം. ഇസ്രയേലിന്റെ കാര്യങ്ങള്, യുദ്ധമോ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചാൽ നെയ്ബേഴ്സിനെ കുറിച്ച് പഠിക്കണം.
ഇവരുടെ ചുറ്റിനും കിടക്കുന്ന ആൾ ആരാ, യുദ്ധങ്ങൾ നടക്കുമെന്ന യുദ്ധങ്ങളെ കുറിച്ച് ഓരോന്നിനെ കുറിച്ച് പഠിക്കണം. ഇതെല്ലാം ദൈവോചനത്തിൽ എത്ര വ്യക്തമായിട്ട് ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ, ദൈവത്തിന്റെ കാര്യപരിപാടികളെ, പ്രോഗ്രാം ഷീറ്റിനെ റിവീൽ ചെയ്യുക. എല്ലാത്തിനും ടൈമുണ്ട് പാസ്റ്ററെ. അതാ ഏറ്റവും വലിയ മിസ്റ്ററി. ദൈവത്തിന് ടൈമുണ്ട്. രാജാക്കന്മാരൊക്കെ വന്ന് ഭയങ്കരമായിട്ട് പറയുമെങ്കിലും, എല്ലാ ചക്രവർത്തിമാരും വന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കുമ്പോഴും എനിക്ക് ദൈവവചനത്തിൽ ഒരു വാക്യം എന്റെ ഹൃദയത്തിൽ ഓർമ്മ വരുന്നത്, രാജാക്കന്മാരുടെ ഹൃദയം ദൈവസന്നിധിയിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു, അവനത് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുന്നു അല്ലെ. ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ രാജാക്കന്മാരെ വാഴിക്കുന്നതും അവനെ ആക്കുന്നതും ദൈവമാണ്. അവൻ ഇഷ്ടമുള്ളവർക്ക് അവരുടെ രാജ്യത്വം കൊടുക്കുന്നെന്ന ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ സകല ഭൂമിക്കും മീതെ മഹാരാജാവ് വാഴുന്നു. നമ്മുടെ പ്രേക്ഷകരെല്ലാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മള് പല കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്കസ് ചെയ്തു നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ മഹാരാജാവിന്റെ പദ്ധതികൾ നടക്കും. ഏത് ഗവൺമെന്റ് വന്നാലും, ഏത് യുദ്ധം നടന്നാലും, ലോകം മൊത്തം എതിരാക്കിയാൽ, സാത്താൻ അവന് കൈ കിട്ടുന്നവരെ എല്ലാം എതിരാക്കിയാലും, ദൈവത്തിന്റെ പദ്ധതികൾക്ക് ഇന്നുവരെ ഒരു ചലനവും ഒരു കുലുക്കവും പറ്റിയിട്ടില്ല. ദൈവം തന്റെ സമയത്ത്, സഭാപ്രസംഗി പറയുന്നു, സകലവും അവന്റെ സമയത്ത് അവൻ ഭംഗിയായി ചെയ്യുന്നു. നിത്യതയും മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എത്ര ബ്യൂട്ടിഫുൾ പാസ്റ്റർ. യുദ്ധത്തിനകത്തും ദൈവത്തിന്റെ കൈയുണ്ട്. എല്ലാത്തിനകത്തും ദൈവത്തിന്റെ കരങ്ങൾ, ദൈവത്തിന്റെ പദ്ധതികൾ കാണാൻ പറ്റും. പക്ഷേ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. പാസ്റ്റർ കൂടെ പറയാം. പാസ്റ്റർ പറഞ്ഞത് കറക്റ്റാണ്. പ്രവചന ഘടികാരം, അങ്ങനെ ഒരു പ്രയോഗം തന്നെയുണ്ട്. വേദോസത്തിലെ 11-ാം മണിനേരം, 12-ാം മണിനേരം ഇങ്ങനെയുള്ള പ്രയോഗമുണ്ടല്ലോ. ഈ പ്രവചന ഘടികാരത്തിലെ മണിക്കൂറുകൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു അത് അടയാളപ്പെടുത്തുന്ന പ്രവചന ഘടികാരത്തിലെ സൂചികൾ യഹൂദനാണ്. അതിനൊരു സംശയമില്ല. യഹൂദനെ കണ്ടാൽ ഈ ഘടികാരത്തിലെ സൂചികൾ എത്ര വേഗത്തിൽ മുൻപോട്ട് പോകുന്നു, അതാ ഞാൻ പറഞ്ഞു, കൂടെ ഫാസ്റ്റ് ഫോർവേഡ് ആകുന്നു എന്നെനിക്ക് സംശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഫാസ്റ്റ് പറഞ്ഞപ്പോൾ പല ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ ഓടിയെത്തി. എല്ലാം ഒന്നും പറയുന്നില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, പാസ്റ്റർ പറഞ്ഞല്ലോ, ഈ ദൈവം അവർക്ക് കൊടുത്ത ലാൻഡ് തിരിച്ച് വിട്ടുകൊടുക്കുക. അങ്ങനെ വിട്ടുകൊടുത്താൽ അവരൊരു ആന മണ്ടത്തരമായിരിക്കും അവർ കാണിക്കുന്നത്. കാരണം ഇനിയും ട്രംപ് അവിടെ വന്ന് ഗാസ പണിയാനൊക്കെയുള്ളൊരു പരിപാടിയാണെങ്കിൽ തന്നെ അത് ജിയോ പൊളിറ്റിക്സ് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ ട്രംപ് പണിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉള്ള പാലസ്തീനിയൻസിന് ആ ദേശം വിട്ടുപോകേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെയാണല്ലോ ആളുകൾ പറയുന്നത്. അവരെ മറ്റുള്ളവർ അഭയാർത്ഥികളായിട്ട് സ്വീകരിച്ചോട്ടെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. അതൊന്നും എളുപ്പമുള്ള കാര്യങ്ങളല്ല. അതുണ്ടാക്കാൻ പോകുന്ന അറബ് ദേശത്ത്, അയൽ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ഭയങ്കര വസ്ത്രേ. അങ്ങനൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അത് 3-ാം ലോകമഹായുദ്ധത്തിന് വളരെ പ്രധാനപ്പെട്ടൊരു കാരണമാകും. ഞാനത് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ എല്ലാം പഠിച്ച അനുഭവം വെച്ച് ഇതിൻ്റെ ഒരു കാരണങ്ങൾ, ഓരോ വേൾഡ് വാറിനും കാരണങ്ങൾ പറയുമ്പോൾ 2 രീതിയിൽ കാരണങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്ന്, ഒരു ഇമ്മീഡിയറ്റ് കാരണം, ഇമ്മീഡിയറ്റായിട്ട് എന്തുകൊണ്ടാണ് യുദ്ധം സംഭവിച്ചു. പക്ഷേ ആ ഇമ്മീഡിയറ്റ് കാരണം കൊണ്ടല്ല യുദ്ധം ഉണ്ടായത്. അതിൻ്റെ പുറകിൽ ഒത്തിരി ചെറിയ സംഭവങ്ങളെല്ലാം ലോകരാഷ്ട്രങ്ങളെ തമ്മിൽ ഇങ്ങനെ 2 ചേരിയിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓൾറെഡി ഒരു മേഘം മൂടിയിരിക്കുന്ന സമയത്താണ് ഒരു ഇമ്മീഡിയറ്റ് റീസൺ ഉണ്ടാകുന്നത്. ഇതുപോലെ തേർഡ് വേൾഡ് വാർ ഒരു ഇമ്മീഡിയറ്റ് റീസൺ ഉണ്ടാകും. പക്ഷെ അതിനു മുമ്പ് ഇതെല്ലാം ഒരുക്ക യുദ്ധങ്ങളാണ്. ഈ പറഞ്ഞ ഏത് യുദ്ധമാണെങ്കിലും, ഈ യുക്രൈൻ വാറാണെങ്കിൽ പോലും അല്ല, ഇന്ന് ഭൂമിയുടെ മുഖത്തുണ്ടാകുന്ന ഓരോ അൺറസ്റ്റും ഒരുക്കമാണ്. ലോകരാജ്യങ്ങളെ പിന്നെയും ഒരു യുദ്ധത്തിന് വേണ്ടി പല ചേരിയിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുക്കമാണ്. അങ്ങനെ ട്രംപ് വന്ന് ഈ പറഞ്ഞ ഗാസ മുനമ്പ് ഏറ്റെടുത്ത് പണിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അവിടെ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ശക്തമായ ധ്രുവീകരണം ഉണ്ടാകും. പ്രത്യേകിച്ച് പാലസ്തീനിയൻ ഇഷ്യൂ ഏറ്റെടുക്കുന്ന രാഷ്ട്രങ്ങൾ ഈ പറഞ്ഞ നടപടിക്കെതിരായിത്തീരും. അത് ഒരു 3-ാം ലോക മഹായുദ്ധത്തിനുള്ള ഒരു ഒരുക്കമായിരിക്കും. സഭ മാറ്റപ്പെട്ട ശേഷം 3-ാം ലോക മഹായുദ്ധം നടക്കത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുപോലെ തന്നെ കുടിയേറ്റത്തെക്കുറിച്ച്, അഭയാർത്ഥികളെക്കുറിച്ച് പറഞ്ഞാൽ അമേരിക്ക ഒത്തിരി അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ടുണ്ട്.
ഞാൻ പലപ്പോഴും എൻ്റെ ചിന്തയ്ക്ക് വന്ന അമേരിക്ക മാത്രമല്ല വെസ്റ്റേൺ കൺട്രീസൊക്കെ ചെയ്യുന്ന ഒരു അബദ്ധമാണ് ഈ അഭയാർത്ഥികൾ എന്ന പേരിൽ അവരെ ചില ആളുകളെ സ്വീകരിക്കുന്നു, പിന്നീട് അത് അവർ തലവേദനയായി മാറുന്നു. സത്യത്തിൽ പാസ്റ്റർ ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ട്രംപിന് ഇന്ത്യക്കാരെ പുറത്താക്കണം എന്നുള്ളതല്ല വിഷയം. അമേരിക്കയിലൊക്കെ കുടിയേറിയിട്ടുള്ള കുറേ ആളുകളുണ്ട് ഈ പറയുന്ന തലവേദന വരുത്തുന്ന ആശയങ്ങളുള്ള ആളുകൾ. അപ്പോൾ അവരെ പെട്ടെന്ന് പിടിച്ച് പുറത്താക്കാൻ ഒക്കത്തില്ല, കാരണം വിളിച്ചുകൊണ്ട് വന്നവരാ, ഈ പറഞ്ഞാൽ അഭയാർത്ഥികളാക്കി കൊണ്ടുവന്ന് വന്നവരാ. ട്രംപിൻ്റെ ശരിക്കും ഹൃദയത്തിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഒരു നടപടി തുടങ്ങിയിട്ട് അങ്ങനെയുള്ളവരെയൊക്കെ അമേരിക്കയിൽ നിന്ന് ഒരു സൈഡ് ചെയ്യണം. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അവരെ അങ്ങ് മാറ്റി അങ്ങ് നിർത്തണമെന്നൊക്കെ ആയിരിക്കും. എന്തൊക്കെയോ പ്ലാനുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. നമ്മൾ ഈ പെരിഫറലായിട്ടുള്ള കാര്യങ്ങളെ കാണുന്നുള്ളൂ, അകത്തുള്ള നടപടികൾ കാണുന്നില്ല. ഞാൻ രസകരമായി ചിന്തിക്കുന്ന ഒരു കാര്യങ്ങളെ, നമ്മൾ ഈ അമേരിക്കയിലൊക്കെ യാത്ര ചെയ്തവർക്കറിയാം, നമ്മൾ അവിടെ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് US ഇമിഗ്രേഷൻ ഫോം ഫില്ല് ചെയ്യും. ഫോം ഫില്ല് ചെയ്യുന്ന കൂട്ടത്തിൽ കുറേ ചോദ്യങ്ങളുണ്ട്. അതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സീഡ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള വിത്ത്. അമേരിക്കയിൽ നമുക്ക് പുറത്തുനിന്ന് ഒരു വിത്തും കൊണ്ടുപോകാനൊക്കത്തില്ല. ഇന്ത്യയിലുള്ള പാവയ്ക്ക നമുക്കിഷ്ടം, അവിടെ കൊണ്ട് നട്ടുപിടിപ്പിക്കാൻ നമുക്ക് പാവയ്ക്കാട് അരി കൊണ്ടുപോകാൻ അനുവാദമില്ല. പാത്ത് വെച്ച് കൊണ്ടുവന്നവരുണ്ടാകാം. എന്തുകൊണ്ടത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വിത്ത് അമേരിക്കയിലെ വിത്തുമായിട്ട് കൂടിക്കലർന്നിട്ട് അവിടുത്തെ വിത്തിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടും, ഹൈബ്രിഡായി പോകും. പോളനൈസേഷൻ നടന്നിട്ട് ഈ വിത്തിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഫ്ലവറിൽ നിന്ന് പോളനൈസേഷൻ നടന്നിട്ട് അവിടെ ഒരു ഹൈബ്രിഡ് സസ്യം ഉണ്ടാകും. അത് അമേരിക്ക അനുവദിക്കുന്നില്ല. അവരുടെ വിത്തുകളുടെ ഒറിജിനാലിറ്റി അവർക്ക് സൂക്ഷിക്കണം. അത് ഭയങ്കര ബുദ്ധിയുള്ളൊരു നടപടിയാണ് കേട്ടോ. അപ്പോൾ എന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതെന്നറിയാം, ഈ സീഡ് ഇമ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കാത്ത അമേരിക്കയെ പോലെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങൾ ഈ പറഞ്ഞ തീവ്രവാദത്തിൻ്റെ സീഡ് അകത്തുള്ളവരെ ഇമ്പോർട്ട് ചെയ്യുന്നു, അവരെ അനുവദിക്കുന്നു. എത്ര അപകടകരമാണ്. ഒരു പാവയ്ക്കാടെയോ ഒരു പയറിൻ്റെയോ വിത്ത് അകത്ത് കയറ്റാത്തവർ തീവ്രവാദത്തിൻ്റെ വിത്ത് അകത്തിട്ടവരെ അകത്ത് കയറ്റി അതിൻ്റെ തിക്തഫലങ്ങളാണ് ഇന്ന് വെസ്റ്റേൺ കൺട്രീസൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വിഷയങ്ങൾ പറയാൻ പോയാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. നമുക്കിനിയും അടുത്ത ആഴ്ച കേൾക്കാം, അല്ലേ പാസ്റ്ററേ? ശരി, ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഒറ്റ കാര്യം കൂടെ പറയാം പാസ്റ്റർ പറഞ്ഞതാണെങ്കിലും റിപ്പീറ്റ് ചെയ്യണം. ഞാൻ ഇടയ്ക്കൊരു പ്രയോഗം പറഞ്ഞു, ട്രംപ് അങ്ങ് പരമാധികാരിയെപ്പോലെ ലോകത്തിൻ്റെ മുകളിൽ മുഴുവൻ അധികാരം സ്ഥാപിച്ചവനെ പോലെ ആയിരുന്നു. പക്ഷെ ഒന്നുകൂടെ വ്യക്തമാക്കി പറയണം, ട്രംപ് ആണെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹു ആണെങ്കിലും പുടിനാണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും ഇവരുടെയൊക്കെ മുകളിൽ പരമാധികാരമുള്ള ദൈവം, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ രാജാക്കന്മാരെ മാറ്റുന്നവൻ, ഇരുത്തുന്നവൻ, സകല രാജ്യങ്ങളുടെ മേലും പരമാധികാരമുള്ളവൻ ദൈവമാണ്. ദൈവത്തെ തോൽപ്പിച്ചുകൊണ്ട് ഒരു പരമാധികാരിക്കും ലോകത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം എന്ത് ആഗ്രഹിക്കുന്നോ അത് മാത്രമേ ഭൂമിയുടെ മുഖത്ത് സംഭവിക്കത്തുള്ളൂ. ചരിത്രം അതിന് സാക്ഷിയാണ്, കാലം അതിന് സാക്ഷിയാണ്. ഇന്ന് വരെ നമ്മളത് കണ്ടു, നാളെയും നമ്മൾ അതേ കാണത്തുള്ളൂ. പൗലോസ് പറയുന്നത് പോലെ ചരിത്രത്തിൽ പ്രകൃതിയിൽ ദൈവത്തിൻ്റെ ലക്ഷണങ്ങൾ വെളിപ്പെട്ടു വരുന്നത് നമുക്ക് ചുറ്റും കാണുകയാണ്. അത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്രൈസ് ദി ലോർഡ്.